ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ ഏറ്റവും പ്രാഥമികമായ തലത്തിൽ സാധാരണ ഒരു ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന വ്യക്തി എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്ത് കഴിയണം, എന്തൊന്നും ചെയ്യരുത്, ഈയൊരു ഉപദേശം ഗുരുനാഥൻ നൽകുന്ന ഭാഗമാണ് പഠിക്കുന്നത്. തൻ്റെ അരികെ താമസിച്ച് ശാസ്ത്രപഠനം പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങുന്ന, വ്യക്തമായി പറഞ്ഞാൽ സമാവർത്തന സംസ്കാരത്തിന് വിധേയനാകുന്ന വ്യക്തി, അങ്ങനെയുള്ള ശിഷ്യന് ഗുരുനാഥൻ കൊടുക്കുന്ന ഉപദേശമാണ്. അത് നമ്മൾ കുറേ ഭാഗം ചിന്തിച്ചു. ഏറ്റവും പ്രാഥമികമായിട്ട് ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും സന്യാസിയും എല്ലാവരും പാലിക്കേണ്ടതാണ് ആദ്യം പറഞ്ഞത്: സത്യം, ധർമ്മം, സ്വാധ്യായം. ഇത് പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമിയോടല്ല, ബ്രഹ്മചാരിയോടല്ല, എല്ലാവരോടുമായിട്ട് പറയുകയാണ്. സത്യം പറയണം, ധർമ്മം ആചരിക്കണം, സ്വാധ്യായത്തിൽ നിന്ന് മടിച്ച് പിന്മാറരുത്. തുടർന്നുള്ള ഉപദേശങ്ങളൊക്കെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളോടുള്ളതാണ്. അതെങ്ങനെ മനസ്സിലായി എന്നാണെങ്കിൽ, ആചാര്യന് പ്രിയമായ ദക്ഷിണയെ സമർപ്പിച്ച് അനന്തരം പ്രജാതന്തുവെ ഛേദിക്കാതിരിക്കൂ എന്ന് പറഞ്ഞു. പ്രജാതന്തു സന്തതി പരമ്പരയാണ്. അപ്പോൾ സന്തതി പരമ്പരയെ ഛേദിക്കാതിരിക്കൂ എന്ന് പറയുമ്പോൾ ആ ഉപദേശം ഗൃഹസ്ഥാശ്രമിയോടുള്ളതാണ്. അത് ബ്രഹ്മചാരിയോടോ വാനപ്രസ്ഥനോടോ സന്യാസിയോടോ വരുന്നതല്ല. അതുകൊണ്ട് ഇനിയുള്ളതൊക്കെ ഗൃഹസ്ഥാശ്രമിക്ക് വിശേഷമായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ നമ്മൾ വിശദമായി ചിന്തിച്ചതാണ്, വളരെ വിശദമായിട്ട്. ഏതെങ്കിലും ഭാഗം വീണ്ടും പറയേണ്ടതുണ്ടെങ്കിൽ മാത്രം ചോദിക്കുക, അറിയുന്നതാണെങ്കിൽ പറയൂ. സത്യത്തിൽ നിന്ന് പ്രമാദം ചെയ്യരുത്, ധർമ്മത്തിൽ നിന്ന് പ്രമാദം ചെയ്യരുത്, നിൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ പ്രമാദം ചെയ്യരുത്, ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് പ്രമാദം ചെയ്യരുത്, സ്വാധ്യായം, പ്രവചനം എന്ന് വെച്ചാൽ അവനവൻ്റെ ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുക, അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളതിൽ നിന്ന് പ്രമാദം ചെയ്യരുത്, പിതൃയജ്ഞം, ദേവയജ്ഞം തുടങ്ങിയവയിൽ നിന്ന് പ്രമാദം ചെയ്യരുത്. പിതൃയജ്ഞവും ദൈവയജ്ഞവും നിത്യവും അനുഷ്ഠിക്കണം. പിന്നെ അമ്മ, അച്ഛൻ, ആചാര്യൻ, അതിഥി, ഇവർ ആർക്ക് ദേവനാണോ നീ അങ്ങനെയുള്ളവനായി തീരണം. അമ്മയാണ് ദൈവം,
അച്ഛനാണ് ദൈവം, ആചാര്യനാണ് ദൈവം, അതിഥിയാണ് ദൈവം. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ജീവിക്കണം. പിന്നീട് പറഞ്ഞു, ശ്രേഷ്ഠങ്ങളാണെന്ന് നിനക്കറിയുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണോ അത് നീ ചെയ്തോളൂ, അല്ലാത്തവയെ നീ ചെയ്യരുത്. ഇത് ഒരു സാമാന്യ വ്യക്തിയോട് പറയുകയാണെങ്കിൽ അർത്ഥശൂന്യമായ ഉപദേശമാണ്. കാരണം എന്താണ് ശ്രേഷ്ഠം, എന്താണ് ശ്രേഷ്ഠമല്ലാത്തത് എന്ന് അയാൾക്കറിയില്ല. എന്നാൽ പൂർണ്ണമായി സാംഗം വേദം പഠിച്ച വ്യക്തിയോടാണ് പറയുന്നത്. അതുകൊണ്ട് ഇത്ര പറഞ്ഞാൽ മതി. നമുക്ക് ഇതൊക്കെ വിശദമായി വ്യാഖ്യാനിച്ചതാണ്. ഇവിടെ സംശയം ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കുക. യാനി അനവദ്യാനി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി. ശ്രേഷ്ഠങ്ങളായ കർമ്മങ്ങൾ എന്താണോ അവയെ നീ ചെയ്താലും അല്ലാത്തവയെ ചെയ്യരുത്. യാനി അസ്മാകം സുചരിതാനി താനി ത്വയോപാസ്യാനി നോ ഇതരാണി. അത് പറഞ്ഞില്ലേ? പറഞ്ഞു. ഞങ്ങളുടെ ഗുരുജനങ്ങളുടെ ശ്രേഷ്ഠങ്ങളായ ആചാരങ്ങൾ എന്തൊക്കെയാണോ, ആചരണങ്ങൾ എന്തൊക്കെയാണോ അവയെ നീ ചെയ്തോളൂ, അല്ലാത്തവയെ നീ ചെയ്യരുത്. ഇപ്പോൾ ഗുരുനാഥന്മാരുടെ തെറ്റായ ശീലങ്ങളെ നീ ചെയ്യരുത്. അവിടെ ഗുരുനാഥൻ തെറ്റായ ശീലം ചെയ്യുന്നു എന്നർത്ഥമില്ല. നിൻ്റെ ദൃഷ്ടിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നീ അത് ചെയ്യാതിരുന്നാൽ മതി എന്നർത്ഥം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഉപദേശം പറഞ്ഞു, നമ്മേക്കാൾ ശ്രേയസ്സുള്ള വിദ്വാൻമാർ ഉണ്ടാവും, അവരെയൊക്കെ നീ ബഹുമാനിക്കണം, പൂജിക്കണം. ഇതാണ് നമ്മൾ അവസാനം ചിന്തിച്ച ഭാഗം. ഇത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഹിന്ദുധർമ്മം ലോകം മുഴുവൻ വലിയൊരു ഉണർച്ചയെ നേടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ സന്തോഷമാണ് പലതും കാണുമ്പോൾ. പക്ഷെ അതേ സമയത്ത് പലപ്പോഴും നമ്മൾ വിഭാഗം തിരിഞ്ഞ് ഒരു ഗുരുവും കുറേ ശിഷ്യന്മാരും, അല്ലെങ്കിൽ ഒരാശ്രമം, അങ്ങനെ ഒരുതരം സെക്ടേറിയൻ രീതിയിൽ കുടുങ്ങിപ്പോകുന്നുണ്ട്. ഇവിടെ വരുന്നവർ അവിടെ പോകാൻ പാടില്ല, അവിടെ പോണവർ ഇവിടെ വരാൻ പാടില്ല എന്നൊക്കെയുള്ള മട്ടിൽ. ഇത് വലിയൊരു അധഃപതനമാണ്. അവിടെയാണ് ഗുരുനാഥൻ്റെ ഈ ഉപദേശത്തിൻ്റെ പ്രസക്തി, പ്രാധാന്യം. ഏകേ ചാസ്മശ്രേയാംസോ ബ്രാഹ്മണാഃ തേഷാം ത്വയാസനേന പ്രശ്വസിതവ്യം എന്ന്. ഏകേ യാവരാണോ അസ്മശ്രേയാംസഃ ബ്രാഹ്മണാഃ, നമ്മേക്കാൾ ശ്രേയസ്സുള്ള ബ്രാഹ്മണന്മാർ യാവരാണോ, തേഷാം ത്വയാ ആസനേന പ്രശ്വസിതവ്യം, അവരെ ആസനപ്രദാനം തുടങ്ങിയവ ചെയ്ത് നീ ആശ്വസിപ്പിക്കണം. എന്നിട്ട് പറയുകയാണ്, ഇതുവരെയല്ലേ പറഞ്ഞേ? ഇതുവരെയാണ് പറഞ്ഞത്. ശ്രദ്ധയാദേയം അശ്രദ്ധയാദേയം ശ്രിയാദേയം ഹ്രിയാദേയം ഭിയാദേയം സംവിദാദേയം. ശ്രദ്ധയാദേയം അശ്രദ്ധയാദേയം ശ്രിയാദേയം ഹ്രിയാദേയം ഭിയാദേയം സംവിദാദേയം. അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഭൂത്യൈ ന പ്രമദിതവ്യം എന്ന്. ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്തൊക്കെ ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറാൻ പാടില്ല, നേരത്തെ പറഞ്ഞതാണ്. അപ്പം ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്താ ഐശ്വര്യത്തിനായിക്കൊണ്ട് ചെയ്യുക? നല്ലോണം അധ്വാനിക്കുക, അല്ലാണ്ടെന്താ? നല്ലോണം പണിയെടുക്കുക. അവനവൻ്റെ പണി ഏതാണോ, ഏത് മേഖലയിലാണോ അത് നല്ലോണം ചെയ്യുക. അതാണ് ഐശ്വര്യത്തിന് വേണ്ടത്. സൽക്കർമ്മങ്ങളെ ചെയ്യുക, പരമാവധി സൽക്കർമ്മങ്ങളെ ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പം പരമാവധി സൽക്കർമ്മങ്ങളെ അനുഷ്ഠിക്കുകയും അതുപോലെ
തൻ്റെതായ കർമ്മങ്ങളെ കുശലതയോടുകൂടി ചെയ്യുകയുമാണ് ഐശ്വര്യത്തിന് വേണ്ടത്. വേറെന്താ? വേറെ വല്ലതും അറിയുക? സാധാരണ ഈ ശാസ്ത്രങ്ങളൊന്നും പഠിക്കാത്തവർ തന്നെ പറയാറുണ്ട്, നീ നിൻ്റെ പണി നോക്കുന്നത്, അത് മാത്രം മതി, വേറൊന്നും വേണ്ട, ജീവിതം നന്നാവാൻ വേറൊന്നും വേണ്ട. നമ്മളെ പണിയെടുക്കുക. നമ്മൾ പലപ്പോഴും നമ്മളെ പണിയല്ല എടുക്കുക, മറ്റുള്ളവരുടെ പണിയാണ്. അവിടെയാണ് കുഴപ്പം. മറ്റുള്ളവർ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നു, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നു. അതാണ് വിഹിത അകരണം, അവിഹിത കരണം. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക, ചെയ്യരുതാത്തത് ചെയ്യുക. ഇത് ഒഴിവാക്കിയാൽ എല്ലാ ഐശ്വര്യവും ഉണ്ടാവും. അപ്പം ഭൂത്യൈന പ്രമതിതവ്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും സമ്പന്നതയെ ആർജിക്കണം, പണം സമ്പാദിക്കണം, സ്വത്ത് സമ്പാദിക്കണം, പണം സമ്പാദിക്കണം എന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഇത് വലിയ തെറ്റിദ്ധാരണ വന്നിട്ടുള്ള വിഷയമാണ് ഹിന്ദു സമൂഹത്തിൽ. നമ്മളോട് മുത്തശ്ശനും മുത്തശ്ശി അമ്മയൊക്കെ പറഞ്ഞു, നീ പണത്തിനൊന്നും ആഗ്രഹിക്കണ്ട, പണം ആളെ കൊല്ലുക എന്ന് പറഞ്ഞു. അതെ, ഏതെങ്കിലും ആധ്യാത്മിക പ്രവചനത്തിനോ സത്സംഗത്തിനോ ഏതെങ്കിലും അമ്പലത്തിൽ പോയാൽ അവിടെ വന്ന് സന്യാസി പ്രസംഗിക്കും. എന്താ പ്രസംഗിക്കുക? പണത്തിനൊന്നും ആഗ്രഹിക്കരുത്. അങ്ങനെ ഹിന്ദു സമൂഹം ഒരു വഴിക്ക് ആയിപ്പോൾ. വേദവിരുദ്ധമാണത്, ശാസ്ത്രവിരുദ്ധമാണ്. പരമാവധി ധനം സമ്പാദിക്കൂ, പരമാവധി സ്വത്ത് സമ്പാദിക്കൂ എന്നുള്ളതാണ് വേദം പറഞ്ഞത്. വേദവിരുദ്ധമായിട്ട് ആധ്യാത്മിക പ്രഭാഷകർ പറയുന്നതിന് വേദം എന്ത് ചെയ്യും? നോക്കൂ, നിത്യവും പാരായണം ചെയ്യണം എന്ന് വിധിക്കപ്പെട്ട ഒരു വേദ സൂക്തമാണ് ശ്രീരുദ്രം. അനേക സൂക്തങ്ങളുണ്ട് അതിൽ. ശ്രീരുദ്രം എന്ന ഭാഗം, അതിലൊരു അധ്യായം മുഴുവൻ ചമകമാണ്. ഒരധ്യായം മുഴുവൻ ചമകമാണ്. നമ്മൾ പൊതുവെ ഇതൊന്നും വായിക്കുകയില്ല. പകരം നമ്മൾ അമ്പലത്തിൽ ഷീട്ടാക്കും. 100 രൂപ ശ്രീരുദ്രം കഴിഞ്ഞു, നമ്മളെ പണി കഴിഞ്ഞു. എന്നിട്ട് ഷീട്ട് വാങ്ങി പോയാൽ പ്രസാദവും കിട്ടും. അവിടെ എന്ത് ചെയ്തോ ചെയ്തില്ലേ നമുക്കറിയില്ല. അപ്പം എന്താ അവിടെ ശ്രീരുദ്ര ചൊല്ലേണ്ടത്? ശ്രീരുദ്രം ചൊല്ലിയിട്ട് ധാര ചെയ്യണം, അഭിഷേകം ചെയ്യണം എന്ന് വിചാരിച്ചോളൂ. അതിൽ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണിത്, ചമകം. എന്തുകൊണ്ടാണ് ചമകം എന്ന് വിളിക്കുന്നേ? ഓരോ മന്ത്രവും ച മേ ച മേ ച മേ എന്നാണ് അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ചമകം എന്ന് പേര് വന്നത്. ചമേ എന്ന് പറഞ്ഞാൽ അതും എനിക്ക്, അതും എനിക്ക്, അതും എനിക്ക് എന്നാ. മേ എന്ന് പറഞ്ഞാൽ എനിക്ക്. എന്തൊക്കെയാ എനിക്ക്? എനിക്ക് പണം വേണം, എനിക്ക് സമ്പത്ത് വേണം, എനിക്ക് സ്വർണം വേണം, വെള്ളി വേണം, രത്നം വേണം, പശുക്കളെ വേണം, ആടുകളെ വേണം, കുതിരകളെ വേണം, രോമമുള്ള പശുക്കളെ വേണം, മക്കൾ വേണം, മക്കൾ വേണം, മക്കൾ വേണം. എന്തൊക്കെയാ? 300 ചില്ലുവാൻ ആഗ്രഹങ്ങളാണ്. 300 ചില്ലുവാൻ ആഗ്രഹങ്ങൾ. ചെറുപ്പത്തിലെ ഇങ്ങനെ ആഗ്രഹിക്കാൻ ശീലിച്ചാൽ നമ്മൾ മടിയന്മാരോ മന്ദന്മാരോ ആവുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ല. ചെറുപ്പത്തിൽ എനിക്ക് പണം വേണമെന്ന് ആഗ്രഹിച്ചാൽ പണത്തിനായിക്കൊണ്ട് പണിയെടുക്കും. എനിക്ക് കുതിര വേണം, എനിക്ക് ആന വേണമെന്ന് ആഗ്രഹിച്ചാൽ കുതിരയെയും ആനയെയും കിട്ടാൻ വേണ്ടി പണിയെടുക്കും. ചെറുപ്പത്തിലെ അങ്ങനെ ആഗ്രഹിക്കാനാണ് നമ്മളോട് ആചാര്യന്മാർ പറഞ്ഞു തന്നത്. ശാസ്ത്രം പഠിക്കാത്ത നമ്മുടെ മുത്തശ്ശി നമ്മുടെ അമ്മയൊക്കെ ആയപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞു? അയ്യോ ആഗ്രഹിക്കരുതേ എന്ന് പറഞ്ഞു. എന്തോ ഒരു കുറച്ചിൽ. അങ്ങനെ ആഗ്രഹമില്ലാത്തൊരു സമൂഹമായി നമ്മളെ തീർന്നു. ആഗ്രഹമില്ലേ, അത് ഉള്ളിലുണ്ട് താനും. അപ്പം ദ്വന്ദ്വം വളരും. അപ്പം കൃത്രിമത്വം കാണിക്കും. ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും, പുറത്തില്ല എന്ന് കാണിക്കും. കപട ജീവിതം നയിക്കും. ഇങ്ങനെ കാപട്യമാണ് പൊതുവെ നമ്മുടെ ഒരു മുതൽക്കൂട്ടി. ഇന്ന് ഇത് മാറിയേ മതിയാവും. സമ്പന്നതയെ ആർജിക്കണം. ഏത് സമൂഹമാണോ ഏത് വ്യക്തിയാണോ സാമ്പത്തികമായി താഴേക്ക് പോകുന്നത് അവർ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാൽ. അതിൽ സന്ദേഹമില്ല. അതുകൊണ്ട് ചെറുപ്പത്തിലെ ഈ സന്ദേശം കൊടുക്കണം. ഭൂത്യേന പ്രമതിതവ്യം. എന്നാൽ അതിൻ്റെ ഒന്നിച്ച് പറയുകയാണ് ശ്രദ്ധയാ ദേയം.
ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പം നേരത്തെ സ്വത്ത് സമ്പാദിക്കണം എന്ന് പറഞ്ഞു. സമ്പാദിക്കാനുള്ള അതേ ഉത്സാഹം ദാനം ചെയ്യാനും വേണം. എത്ര ഉത്സാഹത്തോടു കൂടി നീ സ്വത്ത് സമ്പാദിക്കുന്നോ പണം സമ്പാദിക്കുന്നോ അതേ ഉത്സാഹത്തോടു കൂടി ദാനം ചെയ്യണം. ദാനം എന്ന് പറഞ്ഞാൽ യഥാശക്തി സംവിഭാഗമാണ്. ശക്തിക്കനുസരിച്ച് വിഭജിക്കലാണ്. നമുക്ക് എന്തൊക്കെ സ്വായത്തമായിട്ടുണ്ടോ അതൊക്കെ നമുക്ക് കിട്ടിയതല്ലേ? എന്നാലോചിച്ച് നോക്കൂ. നമുക്ക് എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ നമുക്ക് കിട്ടിയതാ. കരുത്തുണ്ടോ കിട്ടിയതാണ്, വിദ്യ ഉണ്ടോ കിട്ടിയതാണ്, സമ്പത്തുണ്ടോ കിട്ടിയതാണ്. കിട്ടിയതല്ലാത്ത എന്തെങ്കിലും കോപ്പ് നമ്മുടെ അടുത്തുണ്ടോ? ഈ ശരീരം കിട്ടിയതാണ്, അമ്മയും അച്ഛനും തന്നതാ. അവിടെ നിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ നമുക്ക് കിട്ടിയതാ. കിട്ടിയത് കൊടുക്കാൻ ബാധ്യതയുണ്ട്. കിട്ടിയിട്ടുണ്ടോ കൊടുക്കണം. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടോ അത് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് ഈ വിഭാഗത്തിലാണ്, സംവിഭാഗത്തിലാണ് പ്രപഞ്ചത്തിൻ്റെ ധർമ്മത്തിൻ്റെ വ്യവസ്ഥയുടെ നിലനിൽപ്പ്. ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് സംവിഭാഗം ചെയ്യുന്നത് കൊണ്ടാണ്. ആണവിക കണങ്ങളെ വിനിമയം ചെയ്യുന്നത് കൊണ്ടാണ് ഒരു മോളിക്യൂൾ പോലും ഉണ്ടാവുന്നത്. ചിന്തിക്കുക. ഒരു തന്മാത്ര, ഒരു മോളിക്യൂൾ രൂപപ്പെടുന്നത് ഈ ദാനം കൊണ്ടാണ്. കാറ്റ് വീശുന്നത്, പുഴയൊഴുകുന്നത് ദാനം ചെയ്യുക. അല്ലെന്ന് ആലോചിച്ച് നോക്കൂ. ഉയർന്ന സ്ഥലത്തുനിന്ന് താണ സ്ഥലത്തേക്ക് ഒഴുകുകയാണ്. കാറ്റ് വീശുന്നത് മർദ്ദം കൂടിയെടുത്ത് കുറഞ്ഞെടുത്തേക്ക് പോവുകയാണ്. എല്ലാം നമുക്ക് വെളിച്ചം കിട്ടുന്നത് സൂര്യൻ ദാനം ചെയ്യുന്നുണ്ടാണ്. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് മുഴുവൻ ദാനത്തിൽ അധിഷ്ഠിതമാണ്. ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യൂ. ഏത് വിഭവമാണോ തനിക്ക് കൈവശമുള്ളത് അത് ശ്രദ്ധയോടുകൂടി പങ്കുവയ്ക്കൂ സമൂഹവുമായിട്ട്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഗുരു ശാസ്ത്ര വാക്യങ്ങളിലുള്ള സത്യത്വ ബുദ്ധിയാണ്. ഗുരുവാക്യത്തിലും ശാസ്ത്രവാക്യത്തിലുമുള്ള സത്യത്വ ബുദ്ധിയാണ് ശ്രദ്ധ. ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യും. കർത്തവ്യമാണെന്ന് ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, കർത്തവ്യമാണെന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടത് ചെയ്യേണ്ടതാണ് എന്ന ഭാവനയോടുകൂടി ദാനം ചെയ്യൂ. ശ്രദ്ധയാദേയം. സാധാരണഗതിയിൽ ഒരാളുടെ അടുത്ത് 10 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ 2 രൂപ ദാനം ചെയ്തു എന്ന് വിചാരിക്കുക. 10 - 2 = 20 അഥവാ 30. അതാണ് സത്യം. 10 - 2 = 8. 2 നമ്മൾ ചിലവാക്കിയാൽ 8ആയി കുറയും. പക്ഷെ 2 ദാനം ചെയ്താൽ അത് 20ആയി കൂടും. ദാനേന ധനവൃദ്ധി സ്യാത്. മനുവിന് യാതൊരു സംശയവുമില്ല, ദാനം ചെയ്യുന്നത് കൊണ്ട് ധനത്തിൻ്റെ വൃദ്ധി ഉണ്ടാവും. ഇത് വിശ്വാസമില്ലാത്ത വിഭാഗത്തിൻ്റെ പേരാണ് ഹിന്ദു എന്നത് പൊതുവെ. കാരണം നമ്മളെ സംബന്ധിച്ച് 10 - 2 = 8. മുസ്ലിം സമൂഹമാണ് ഇതിൽ വളരെ ശ്രദ്ധയോടുകൂടി 10 - 2 = 20. അവരങ്ങനെ ആവണമുണ്ട്, അടിക്കടി വെച്ച് കയറുന്നുണ്ട്. സത്യമാണോ അല്ലയോ എന്ന് ചിന്തിക്കുക. ഇതിൽ വിശ്വാസമില്ലാത്തവർ ഹിന്ദുക്കൾ. അതുകൊണ്ട് 8ആവും, 6ആവും, 4ആവും, 2ആവും, അവസാനം ഒന്നും ഉണ്ടാവുകയില്ല. നമ്മളെ സമൂഹത്തിൽ വളരെ പ്രഭാവം ചെലുത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്
വളരെ മാതൃകാപരമായി നിലനിൽക്കുന്ന സ്ഥാപനമാണ്, നമുക്കൊക്കെ അറിയാം, കോട്ടക്കൽ ആര്യവൈദ്യശാല. 100 കണക്കിന് ബ്രാഞ്ചുകൾ, മറ്റ് സെൻറ്റേഴ്സ്, യൂണിറ്റുകൾ, കോടിക്കണക്കിന് വാർഷിക വരുമാനം, ആയിരക്കണക്കിന് പേർക്ക് ജോലി കൊടുക്കുന്നു. PS വാര്യർ സ്ഥാപകൻ, അതിന് മാനേജിംഗ് ട്രസ്റ്റി ആയിരുന്ന കാലഘട്ടത്തിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് വരികയാണ്. സ്ഥാപനം നഷ്ടത്തിലാണ്, വലിയ നഷ്ടമാണ്. ഇപ്പോൾ ലാഭത്തിലിരുന്ന ഒരു സ്ഥാപനം നഷ്ടത്തിലായപ്പോൾ ജനറൽ മീറ്റിങ്ങിൽ അത് അവതരിപ്പിക്കണം. അതിനുവേണ്ടി ഓരോരുത്തർ പണിയെടുക്കുകയാണ്. എന്താ ചെയ്യുക, എങ്ങനെയാണ് PS വാര്യർ എന്തൊക്കെയാണ് പറയുകയെന്നറിയില്ല. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും പണിപ്പെട്ട് കണക്കുകൾ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുകയാണ്, എങ്ങനെയാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യേണ്ടതെന്ന്. ഒരു രക്ഷയില്ല, നഷ്ടമാണ്. മീറ്റിംഗായി, ഇത്ര ലക്ഷം നഷ്ടമാണ്. ഇന്നത്തെ കാലത്തല്ല, ഓർമ്മിക്കുക, PS വാര്യരുടെ കാലം എത്ര മുമ്പാണ്. അപ്പോൾ അപഗ്രഥിച്ചപ്പോൾ പലരും ചിലവ് നമുക്ക് എവിടെയൊക്കെ കൂടിയിട്ടുണ്ട്, വരവ് എവിടെയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഇതാണല്ലോ സാധാരണ നോക്കുക. നഷ്ടമാകുമ്പോൾ എവിടെയൊക്കെ വരവ് കുറഞ്ഞു, എവിടെയൊക്കെ ചിലവ് കൂടി, അത് രണ്ടും കൺട്രോൾ ചെയ്യണം എന്നുള്ള ആലോചനയാണ്. ആ ചർച്ച നടക്കുമ്പോൾ നിർത്താൻ പറഞ്ഞു PS വാര്യർ. ഇത് കഥയല്ല, ഉണ്ടായ സംഭവമാണ്. ഇത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. PK വാര്യർ തന്നെയാണ് നേരിട്ട് നമ്മളോട് ഈ കാര്യം പറഞ്ഞത്. നിർത്തൂന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ബാക്കി നോക്കണതൊക്കെ നിർത്തിവെക്കുക, ദാനം ചെയ്യണത് കുറഞ്ഞോ നോക്കൂ, ദാനം ചെയ്യണതിൽ എന്തെങ്കിലും കുറവ് വന്നോ എന്നൊന്ന് പരിശോധിക്കൂ, എന്നിട്ട് മുന്നോട്ട് പോയാൽ മതി. കുറവുണ്ട്, വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം വരുമാനം കുറഞ്ഞുകൊണ്ട് ദാനം നാളെ തൊട്ട് അത് ശരിയാക്കുക. അദ്ദേഹം വില്ലെഴുതിയ സമയത്ത് അവസാനം നിർബന്ധമായി ഇത്ര ശതമാനമെങ്കിലും ദാനം ചെയ്തിരിക്കണമെന്ന് വ്യവസ്ഥ വെച്ചു. അതുകൊണ്ട് ട്രസ്റ്റിന് ഇപ്പോഴും അത് ചെയ്തേ മതിയാവും, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം മാനിച്ചേ മതിയാവും. ഇത് കഥയല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വയം അനുഭവിക്കേണ്ടുന്ന വിഷയമാണ്. ശ്രദ്ധയാ ദേയം. ഇപ്പോൾ ഗുരുശാസ്ത്ര വാക്യങ്ങളിലുള്ള സത്യത്വ ബുദ്ധിയോടുകൂടി നീ ദാനം ചെയ്യേണ്ടതാകുന്നു. നിശ്ചിതമായൊരു പങ്ക് ദാനത്തിന് മാറ്റിവെക്കണം. നമുക്ക് എന്ത് വരുമാനമാണോ, എത്ര ചെറിയ വരുമാനമാണോ, അതിലൊരു പങ്ക് മാറ്റിവെക്കണം. അശ്രദ്ധയാ അദേയം. ശ്രദ്ധയാ ദേയം എന്ന് പറഞ്ഞ ആചാര്യൻ തൊട്ടടുത്ത വാക്ക് പറയുകയാണ്, അശ്രദ്ധയാ അദേയം. ശ്രദ്ധയില്ലാതെ ദാനം ചെയ്യരുതേ. ഇവിടെ ഒരു പ്രശ്നം വരും, എനിക്ക് ശ്രദ്ധയില്ല, അതുകൊണ്ട് ഞാൻ ദാനം ചെയ്യണ്ട എന്നൊരു നിർണയത്തിലേക്ക് നമ്മൾ എത്തും. അല്ലേ, ശരിയല്ലേ? എനിക്ക് ശ്രദ്ധയില്ല, അതുകൊണ്ട് ഞാൻ ദാനം ചെയ്യണ്ട, ഞാൻ ദാനം ചെയ്യുന്നില്ല. എന്താണോ നീ ദാനം ചെയ്യാത്തത്? എനിക്ക് ശ്രദ്ധ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്, അശ്രദ്ധയാ അദേയം, ശ്രദ്ധയാ ദേയം എന്നാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് ആ നിഗമനത്തിൽ എത്താമായിരുന്നു. അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ശ്രദ്ധയാ ദേയം, അശ്രദ്ധയാ അദേയം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ദാനം ചെയ്യണമെന്ന് നിർബന്ധമായി പറഞ്ഞ സ്ഥിതിക്ക് അത് ചെയ്യാതിരിക്കാൻ വകുപ്പ് ഇല്ല. അപ്പം നീ ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യണം, ഒരിക്കലും അശ്രദ്ധയോടുകൂടി ചെയ്യരുതേ. പൂർണ്ണമായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ചെയ്യണം, അതില്ലാതെ ചെയ്യരുതേ. പലപ്പോഴും നമ്മൾ ദാനം ചെയ്യുമ്പോൾ ദാനം ചെയ്യുന്ന ആൾ കേമൻ, ദാനം സ്വീകരിക്കുന്ന ആൾ എന്തോ ഒരു മോശക്കാരൻ എന്നുള്ളൊരു ഭാവം നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ടത്, ആരും ആർക്ക് മീതയുമല്ല, ആർക്ക് കീഴെയുമല്ല. ഒരു മേഖലയിൽ നിനക്ക് കഴിവുണ്ടെങ്കിൽ മറ്റൊരു മേഖലയിൽ വേറൊരാൾക്ക് കഴിവുണ്ടാവില്ല. കുറച്ച് കുട്ടികളെടുത്ത് നമ്മൾ 2-3 പേര്
ഇരിക്കുന്നു. നമ്മളെ കൂടെ ഇരിക്കുന്ന ആൾക്ക് ഒരു മറ്റേ കുട്ടികളെല്ലാവരും ഇംഗ്ലീഷാണ്. നമ്മളെ കൂടെ ഇരിക്കുന്ന ആൾക്ക് അത്ര ഇംഗ്ലീഷ് ഭാഷ വശമില്ല. അത്യാവശ്യം തട്ടിമുട്ടിയൊക്കെ ഒപ്പിക്കും, പക്ഷെ അതൊക്കെ തെറ്റൊക്കെയാവും, ഭാഷ അത്ര വശമില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരു പുച്ഛം പോലെ, അതെ, ഇംഗ്ലീഷ് അറിയാത്ത ആളൊരു മോശക്കാരനാണെന്നുള്ള മട്ടിലുള്ളൊരു പെരുമാറ്റം ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായി. കുട്ടികളോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് അതുവരെ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഞാനും ഈ വ്യക്തിയായിട്ട് നല്ല ശുദ്ധ മലയാളത്തിൽ പറയാൻ തുടങ്ങി. ശുദ്ധ മലയാളം ഇവർക്ക് മനസ്സിലാവില്ല, ഭൂരിഭാഗം പേർക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹിന്ദിയിൽ സംസാരിച്ചു. ഹിന്ദി ഇവർക്ക് ഒട്ടും അറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തിന് അത്ര സംസ്കൃതം അറിയില്ല, എന്നാലും തട്ടിമുട്ടി ഒപ്പിക്കും, അറിയാത്ത ആളുടെ മുമ്പിൽ കേമ. അപ്പോൾ ഞങ്ങൾ സംസ്കൃതത്തിൽ സംസാരിച്ചു. അത് ഇദ്ദേഹം ഒരു വാദ്യവിശാരദനാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇയാളോട് 1-2 തരം വാദ്യങ്ങൾ ഒന്ന് കുട്ടികളെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഇയാൾ പല രീതിയിൽ ചെണ്ട സാധാരണ അസുരം എന്നൊക്കെ പറയണതാ, അസുരമൊന്നുമല്ല, നല്ല ദൈവമായിട്ടുള്ള വാദ്യം തന്നെ വായിച്ചു ചെണ്ടയിൽ. അപ്പോൾ കുട്ടികളുടെ വേറെ ഒന്നും പറയേണ്ടി വന്നില്ല, അവർക്ക് മനസ്സിലായി. കാരണം അവർക്കാകെ ഒരു ഭാഷയെ അറിയുള്ളൂ. ഏത്? അവർക്കൊരു ഭാഷയെ അറിയുള്ളൂ, ഇംഗ്ലീഷ്. എന്നിട്ട് ഇംഗ്ലീഷ് അറിയാത്ത ആളോട് പുച്ഛം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു തരം അടിമത്തത്തിൻ്റെ ശേഷിപ്പാണ്, തീർത്തും അടിമത്തത്തിൻ്റെ ശേഷിപ്പാണ്. നമുക്കൊക്കെ എത്ര ഭാഷ അറിയാം ഇല്ലേ? എങ്ങനെയാലും മലയാളികൾ ഒരു 3 ഭാഷയൊക്കെ ഒപ്പിക്കും എന്തായാലും, ഇല്ല? എന്താ അഭിപ്രായം? ഇപ്പോൾ ഏത് ഗ്രാമത്തിലും ഹിന്ദി പറയും, ഏത് ഗ്രാമത്തിലുള്ളവരും ഇപ്പോൾ ഹിന്ദി പറയും. കാരണം നമ്മൾ അധ്വാനശീലം കൊണ്ടാണത്. നമ്മുടെ അധ്വാനശീലം കൊണ്ട് എല്ലാ ജോലിയും നമ്മൾ വളരെ വ്യക്തമായി കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും ഹിന്ദി നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം ആസാമീസും ഒരുവിധമൊക്കെ പറയുന്നുണ്ട്. നാളെ എറണാകുളത്ത് പോയപ്പോൾ അവിടെ നല്ല ആസാമീസൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പോൾ നമ്മളൊരാളെക്കുറിച്ച് ആരെക്കുറിച്ചെങ്കിലും അയാൾക്കൊന്നും ഇല്ല, അയാളൊന്നിനും കൊള്ളില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അയാൾ 1000 വിഷയങ്ങളിൽ നമ്മളെക്കാൾ കേമനായിരിക്കും. നമുക്കാകെ ഒന്നേ ഉണ്ടാവുള്ളൂ, കുറേ പണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. മര്യാദയ്ക്കൊന്ന് കഴിക്കാൻ പറ്റുമോ? ചായയിൽ മധുരം ഇടണ്ട കേട്ടോ. എന്താണ്? പ്രമേഹ, അതിൽ എണ്ണ അധികം വേണ്ട. എന്താ? കൊളസ്ട്രോളാ. ഉപ്പ് കുറയ്ക്കണേ. എന്താ? BP ആ. എടേ പിന്നെ നിനക്ക് കോടിക്കണക്കിന് ഉറുപ്പിക ഉണ്ടായിട്ട് എന്ത് കാര്യമാടേ? അതൊന്ന് ആസ്വദിക്കാൻ കഴിയണ്ടേ? ചിന്തിച്ചു നോക്കൂ. അപ്പോൾ എന്താണ് ഒരാൾ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ? എന്താണ് സമ്പന്നൻ്റെ നിർവചനം? എന്താണ്? ആരാ സമ്പന്നൻ? കുറേ പൈസ ഉണ്ടായ സമ്പന്നാവുമോ? ചിന്തിക്കുക ആരാന്ന്. അതിനുള്ള സൂചനകളായി പറഞ്ഞ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ മികവുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ കേമനാണെന്ന് കണക്കാക്കരുത്. മറ്റ് മേഖലകളിൽ എത്രയോ കേമത്തുള്ളവരായിരിക്കും നമ്മുടെ ചുറ്റുപാട്. ഇത് പറയാൻ കാരണം സാധാരണ കൊടുക്കണ സമയത്ത് കൊടുക്കണോ മേപ്പത്തും കിട്ടണോ കീഴ്പ്പെട്ടു എന്നുള്ള ധാരണ ഉണ്ട്. തെറ്റാണ്. യഥാശക്തി സംവിഭാഗം, ശക്തിക്കനുസരിച്ച് വിഭജനം ചെയ്യാം. വ്യക്തമാണല്ലോ? അതുകൊണ്ട് ശ്രദ്ധയില്ലാതെ ചെയ്യരുത്, ശ്രദ്ധയോടുകൂടി ചെയ്യണം. ആരാ ഈ പണമൊക്കെ തന്നേ? ആരാ എനിക്ക് ഈ സമ്പത്ത് തന്നേ? ചിന്തിക്കുക. ആരാ എന്നെ ഗർഭത്തിൽ പോറ്റിയത്? ആരാ? ആലോചിച്ചിട്ടുണ്ടോ? ശ്രീധരന ഗുരുദേവൻ്റെ പിണ്ടനന്ദി ശ്രദ്ധയോടുകൂടി വായിക്കുക. ആരാ ഗർഭത്തിൽ വെച്ച് നമ്മളെ സംരക്ഷിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. അമ്മയാണത്. അമ്മ കൊണ്ടു നടന്നു, ശരിയാ. അമ്മയ്ക്ക് അമ്മേനെ സംരക്ഷിക്കാൻ പറ്റുമോ? പിന്നെയല്ലേ എന്നെ സംരക്ഷിക്കാൻ പറ്റണം. അമ്മ കൊണ്ട് നടന്നു, പാവം, കഷ്ടപ്പെട്ടു.
വളരെ ക്ലേശിച്ച് എന്നെ 280 ദിവസം വയറ്റ് കൊണ്ടു നടന്നു, അത് ശരിയാ. പക്ഷെ സംരക്ഷിച്ചത് അമ്മയല്ല. അമ്മയ്ക്ക് അമ്മയെ സംരക്ഷിക്കാൻ തന്നെ വേറെ പല കഷ്ടപ്പാടുമുണ്ട്. അപ്പോൾ ഓർക്ക് ആരാ തന്നതെന്ന്, തന്ന ആൾ തന്നെയാണ് ചോദിക്കണമെന്ന് മനസ്സിലാക്കുക. ആരാണോ തന്നത് അയാളാണ് ചോദിക്കുന്നത്. അഥവാ ചോദിച്ചില്ലെങ്കിലും അർഹിക്കുന്നത് അയാളാണ്. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് സദാ വേണം. ഭഗവാനെ നീ തന്നു, നീ തന്നെ ചോദിക്കുക. ആ സമീപനേ പറ്റുള്ളൂ, അല്ലാതെ വയ്യ. അതുകൊണ്ട് ഈ കാഴ്ചപ്പാടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നതും ശ്രദ്ധയോടുകൂടിയായിരിക്കും. നമ്മുടെ ഓരോ വ്യവഹാരവും ഈശ്വരീയമായ ആണെന്ന കാഴ്ചപ്പാടുണ്ടാവും. ശ്രദ്ധയാദേയം അശ്രദ്ധയാദേയം ശ്രിയാദേയം. ഐശ്വര്യത്തോടുകൂടി ദാനം ചെയ്യണം. ഉപദ്രവം രാവിലെ തന്നെ വന്നിട്ട് എങ്ങനെയാ പണക്കി വിടുക, എന്നാ പിടിച്ചോ കൊണ്ടുപോ എന്നും പറഞ്ഞ് ഒന്നും ചെയ്യരുത്. ഐശ്വര്യത്തോടുകൂടി ഇങ്ങനൊരു അവസരം എനിക്ക് ഉണ്ടായല്ലോ, ഇത് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായല്ലോ എന്നുള്ള ഭാവനയോടുകൂടി ഐശ്വര്യത്തോടുകൂടി വേണം ദാനം ചെയ്യേണ്ടത്. ഹ്രിയാദേയം. ഹ്രീ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. ലജ്ജയോടുകൂടി ദാനം ചെയ്യണം. എനിക്ക് ഇത്രയല്ലേ സാധിച്ചുള്ളൂ, ഇത്രയല്ലേ സാധിച്ചുള്ളൂ. നമ്മൾ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട് ഈ ട്യൂബ് ലൈറ്റൊക്കെ സപ്ലൈ ദാനം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പേരെഴുതി വെക്കണത് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നേരിട്ട് കണ്ടു. ഞാൻ വിചാരിച്ച ആൾക്കാർ തമാശയ്ക്ക് എഴുതി വിടുക എന്നാ. ആ ട്യൂബ് ലൈറ്റിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഡൊണേറ്റഡ് ബൈ ഇന്നാളുടെ സ്മരണയിൽ ഒരു അല്പവും വെളിച്ചം പുറത്തു വരുന്നില്ല. ഇതിനേക്കാൾ കഷ്ടമാണ് ഞാൻ ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് സരസ്വതിയെ ചവിട്ടിപ്പിക്കും ആൾക്കാരെ കൊണ്ട്. അക്ഷരം സരസ്വതിയല്ലേ? അല്ല, അക്ഷരം സരസ്വതിയാണോ? അല്ല. അതെ, നമുക്ക് ചവിട്ടാൻ വയ്യ. അക്ഷരം കണ്ടു കഴിഞ്ഞാൽ ചവിട്ടാൻ പറ്റില്ല. അക്ഷരം അഥവാ കഷ്ടകാലത്തിന് ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ അറിയാതെയാണ് തൊട്ട് തലയിൽ വയ്ക്കും. അറിയാതെ, അറിഞ്ഞുകൊണ്ടല്ല, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. അത് എത്ര വരെ എന്ന് ചോദിച്ചാൽ നാളൊരു നേരം പോക്കുണ്ടായി. നാളൊരിക്കൽ നാളെ അമേരിക്കയിൽ പോയപ്പോൾ അവിടെ തണുപ്പുള്ള സമയമാണ്. അപ്പോൾ ഇവിടെ തന്നെ എല്ലാ സെറ്റപ്പിലാണ് പോയത്. ഷൂസ് ഉണ്ട്, ഷോക്സ് ഉണ്ട്, ജാക്കറ്റുണ്ട്, സെറ്ററുണ്ട്, ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും എടുത്തില്ല. താമസിക്കുന്ന റൂമുകൾക്കുള്ളിലിടാനുള്ള ചെരുപ്പ് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ആദ്യത്തെ പോയ സ്ഥലത്തുനിന്ന് അദ്ദേഹം നല്ലൊരു ചെരുപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട് അകത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കിയപ്പോഴോ അതിൽ എഴുത്തുണ്ട്, അക്ഷരമുണ്ട്. അയ്യോ, ഇതെങ്ങനെയാണ് ചവിട്ടുക? അത് ചവിട്ടാൻ പറ്റുമോ? അപ്പോൾ വേഗം തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമുക്ക് പരിചയമുണ്ട്, മുമ്പും പോയി താമസിച്ചിട്ടുണ്ട്, ന്യൂയോർക്കിലാണ്. അപ്പോൾ അവിടെ കത്രിക എവിടെയാണ് ഉള്ളതെന്ന് എനിക്ക് അസലായിട്ട് അറിയാം. അവിടെ പോയി അദ്ദേഹം കാണാതെ മെല്ലെ കത്രികയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇതൊക്കെ വെട്ടി ഒക്കെ കളഞ്ഞ് അക്ഷരമൊക്കെ കളഞ്ഞു. അയ്യോ, ഞാൻ സ്വാമിജിക്ക് ഒരു പുതിയ ചെരുപ്പ് വാങ്ങി വെച്ചിരുന്നല്ലോ, അത് എവിടെ വെച്ചത് ഓർമ്മയില്ലല്ലോ, സ്വാമിജി ഞാൻ തന്നില്ലേ, മാറിപ്പോയോ ഭഗവാനെ? ആകെ ഇദ്ദേഹത്തിന് പരിഭ്രമം. ഞാൻ നിങ്ങൾ എന്തിനാ പരിഭ്രമിക്കണേ? നിങ്ങളെനിക്ക് ചെരുപ്പ് തന്നുവല്ലോ. അതേ സ്വാമിജി ഇപ്പോൾ അഴിച്ചു വെച്ചത് നല്ലതല്ല, ഞാൻ തന്നതല്ല ഇത്. ഞാൻ പറഞ്ഞു അത് തന്നെയാണിത്, അതിൻ്റെ ഞാൻ മുറിച്ച് കളഞ്ഞതാണ് എഴുത്തുള്ള ഭാഗം, അതുകൊണ്ട് പഴയതുപോലെ തോന്നിയതാ. ഓ, ഇത്രയേ ഉള്ളൂ, സന്തോഷം. ഞാൻ പറയണത് നമുക്ക് അത്ര പോലും അങ്ങോട്ട് എഴുത്ത് ചവിട്ടാൻ തോന്നില്ല. തോന്നുമോ? എന്താ അഭിപ്രായം? അച്ഛൻ ചവിട്ടി കാണിച്ചാൽ കുട്ടി അതിന് മുകളിൽ കൂടെ തന്നെ കാല് ഉരയ്ക്കും. നേരെ മറിച്ച് അച്ഛനും അമ്മയും അക്ഷരത്തിൽ ചവിട്ടാതിരിക്കുകയും കഷ്ടകാലത്തിന് ചവിട്ടി പോയി കഴിഞ്ഞാൽ തൊട്ട് തലയിൽ വെക്കുന്നതും കുട്ടികൾക്ക് കാണിച്ചു കൊടുത്താലോ? ഇന്നിപ്പോൾ വീടുകളിൽ പെയിൻ്റൊക്കെ അടിച്ചാൽ ചവിട്ടാൻ അക്ഷരമുള്ള പേപ്പർ നിവർത്തി കാണാം. ഒരു മടി നമുക്ക് ചവിട്ടാനില്ല, ഒരു മടിയില്ല.
വാഹനം സർവീസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അക്ഷരമുള്ളത് ഉണ്ടാവും. ചില ഈ നിലത്തിടണ ഇതൊക്കെ ഉണ്ട്, അതിലൊക്കെ ഉണ്ടാവും ചവിട്ടണത്. എന്നെ ചവിട്ടിക്കോളൂ, വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഈ വെൽക്കത്തിൻ്റെ മുകളിലാണ് ചവിട്ടുക. എന്തൊരു കഷ്ടം അത്. സ്വാമി, ലോകം അങ്ങനെയാണ്. ലോകം അങ്ങനെ ആയിക്കോട്ടെ, ലോകത്തിനനുസരിച്ച് മാറാനിപ്പോൾ നമുക്ക് പറ്റുമോ? നമുക്ക് നമ്മുടെ ഒരു നിലപാടുകളില്ലേ? എന്നിട്ട് കല്ലിൻ്റെ മുകളിൽ എഴുതി വെക്കും, ഇന്നാളുടെയും വകയായിട്ട് സംഭാവന ചെയ്തത്. എന്നിട്ട് പ്രദക്ഷിണം ചെയ്യുന്ന ആൾ ഓരോ പ്രദക്ഷിണത്തിലും സരസ്വതീനെ ചവിട്ടുക. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് പറയുകയാണ്, ഹ്രിയാദേയം, ലജ്ജയോടുകൂടി ദാനം ചെയ്യണം. ഇത്രയല്ലേ സാധിച്ചുള്ളൂ. അപ്പം പിന്നെ കീർത്തിക്കാനുള്ള ഒരു സ്വഭാവം ഉണ്ടാവില്ല. കീർത്തനേന ദാനപുണ്യം വിനശ്യതി, മനു പറയും. കീർത്തനം ചെയ്താൽ ദാനം ചെയ്ത പുണ്യമൊക്കെ പോവും. ദാനം ചെയ്ത് എന്ത് മഹത്വമുണ്ടോ അത് മുഴുവൻ എന്നത് ഞാൻ ചെയ്തു എന്ന് പറയുന്ന മാത്രയിൽ പോയി. അതെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഹ്രിയാദേയം വ്യക്തമാണല്ലോ. ഒരു സ്ഥലത്ത്, കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് കേട്ടോ, കണ്ണൂരല്ലേ, കോഴിക്കോട് ജില്ലയിലാണ്, ഒരു ക്ഷേത്രത്തിൽ നമ്മളെ പ്രഭാഷണത്തിന് വിളിച്ചു. കുറേ മുമ്പാണ്, ഒരു 10-20 കൊല്ലം മുമ്പുണ്ടായ സംഭവമാണ്. 20-അധികമായി. അപ്പോൾ ഒരു ശിവക്ഷേത്രം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ശിവക്ഷേത്രത്തിലേക്കാണ്ട് കയറുമ്പോൾ ഗേറ്റിൻ്റെ മുകളിൽ വലുതായിട്ട്, മുകളിൽ ചെറുതായിട്ടുണ്ട് ഓം നമ ശിവായ, അതിന് തൊട്ട് താഴ്ത്തു വലുതായിട്ട് രവീന്ദ്രൻ വക. വക എന്നുള്ളത് ഒരു ഗേറ്റുമ്മലാണ്, രവീന്ദ്രൻ എന്നുള്ള വേറെ ഗേറ്റിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ശിവക്ഷേത്രം പറഞ്ഞിട്ട് ഇത് രവീന്ദ്രൻ്റെ ക്ഷേത്രമാണല്ലോ, ശിവക്ഷേത്രമാണെന്നല്ലേ നിങ്ങൾ ക്ഷണിച്ചപ്പോൾ പറഞ്ഞത്, ഇതിപ്പോൾ രവീന്ദ്രൻ വക ക്ഷേത്രമാണല്ലോ. അപ്പോൾ ഇവർക്കാകെ പ്രശ്നമായി. കാരണം ഈ രവീന്ദ്രൻ കൂട്ടത്തിലുണ്ടേ, അയാൾ വലിയൊരു നാട്ടിലെ ഏറ്റവും വലിയ പൈസക്കാരനുമാണ്. അപ്പോൾ അയാളോട് ആരും മറുത്ത് പറയാറില്ല. അയാളുടെ മുമ്പിൽ എല്ലാവരും ഇങ്ങനെ ഒച്ചാനിച്ച് നിൽക്കുക. ഇത് ഈ സ്വാമി എവിടുന്നോ വരികയും ചെയ്തിട്ട് നമ്മളെ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിക്ക് എതിരായിട്ട് പറഞ്ഞല്ലോ എന്നുള്ള മട്ടിൽ അവർക്കാകെ ഒരു വിഷമം. പക്ഷെ ഇദ്ദേഹം നല്ല മനുഷ്യനാണ്, ഇദ്ദേഹം നല്ലൊരു മനുഷ്യൻ. ഇദ്ദേഹം പറഞ്ഞു, സ്വാമി ഞാനാണ് രവീന്ദ്രൻ, ഞാനൊരു അബദ്ധം ചെയ്തതാ, ഞാനിവിടെ എഴുതി വെപ്പിച്ചതാ, എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി, ഇന്ന് സ്വാമി പോണതിന് മുമ്പ് തന്നെ ഞാനത് മായ്ച്ചിരിക്കും. ഞാൻ അത് പറ്റില്ല, നിങ്ങൾ പുതിയ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ കൂടി തയ്യാറായിക്കോളൂ. ഓ എന്താ സ്വാമി പറഞ്ഞു വെച്ചാൽ, എനിക്കറിയില്ല ഇവിടെ എന്താ അത്യാവശ്യം വേണ്ടതെന്ന്, ഇവരോട് ചോദിച്ചു നോക്കൂ. അതിൽ ഒന്നും എഴുതാതെ കൊടുക്കുക. പറഞ്ഞ പോലെ അദ്ദേഹം ചെയ്തു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. നമ്മൾ ചെറിയൊന്ന് ദാനം ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ വലിയ ദാതാവാന്ന് വിചാരിക്കും. സൂര്യനൊന്ന് നോക്കൂ, മേഘങ്ങളെ ഒന്ന് നോക്കൂ, വായു ഭഗവാനെ നോക്കൂ, നദിയെ നോക്കൂ, സമുദ്രത്തെ നോക്കൂ. നമ്മൾ വല്ലോ ദാനം ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് ലജ്ജയോടുകൂടി ദാനം ചെയ്യാം. ഭഗവാനെ ഇത്രയല്ലേ സാധിച്ചുള്ളൂ എന്നുള്ള ലജ്ജ നമുക്കുണ്ടാവണം. അങ്ങനെ വേണം ദാനം ചെയ്യാൻ. ശ്രദ്ധിക്കുക. ഹ്രിയാദേയം. അടുത്ത് പറയണത് ഭിയാദേയം. ഭീ ഭയം, ഭിയാ ഭയത്തോടുകൂടി ദാനം ചെയ്യേണ്ടതാണ്. എന്തിനു ഭയം? ഭയം പാടില്ലല്ലോ. ഭയം പാടില്ല, പക്ഷെ ദാനം ചെയ്യുമ്പം ഭയം നല്ലതാ. എന്താ ഭയം? ഭഗവാനെ നീയാണ് തന്നത്, നീ തന്നെയാണ് ചോദിക്കണതും എന്ന ഒരു ഭയം നമുക്ക് വേണം. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, എൻ്റെ കയ്യിലൊന്നുമില്ല കേട്ടോ, എന്ത് പോക്കറ്റിലുണ്ടാവുകയെ, ഇല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടാവും, ബാഗിൽ വെച്ചിട്ടുണ്ടാവും, പോക്കറ്റിലൊന്നുമില്ലല്ലോ. അപ്പോൾ ചോദിക്കുന്നത് ആരാ? സാക്ഷാൽ ഭഗവാനാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ദാനം ചെയ്യുമ്പോഴുള്ള ഭയം താനേ ഉണ്ടാവും. ഇതിലൊരു തെറ്റ് വന്നു പോവരുതേ എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. അതുകൊണ്ടാണ് ഭിയാദേയം. സർവോപരി സംവിദാദേയം. ശരിയായ അറിവോടുകൂടി ദാനം ചെയ്യണം.
ശരിയായ അറിവോടുകൂടി ദാനം ചെയ്യണം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും അർത്ഥിക്കുന്നവർക്കാണ് കൊടുക്കുക. അർത്ഥിക്കുന്നവർക്ക് കൊടുക്കണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ അർഹിക്കുന്നവർക്കാണ് കൊടുക്കേണ്ടത്. ഈ അർഹതയും അർത്ഥനയും വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും അർഹിക്കാത്തടുത്ത് കൊടുത്തുകൊണ്ടിരിക്കും. കാരണം അവരർത്ഥിക്കുന്നുണ്ടാവും. അപ്പം അർഹത മനസ്സിലാക്കാൻ കഴിയണം. താൻ ആർക്ക് ദാനം ചെയ്യുന്നോ അവിടത്തേക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ അവിടെ സംശയം വരും, നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുമോ? എന്താ അഭിപ്രായം? കഴിയില്ല. ഉദാഹരണം പറഞ്ഞാൽ, സാത്വികമായ ദാനത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഭഗവാൻ പറയും തൻ്റെ ഗീതോപദേശത്തിൽ, ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം എന്ന്. ഇപ്പം ദാതവ്യമിതി യദ്ദാനം ദീയത്തെ അനുപകാരിണേ, ദാനം ചെയ്യേണ്ടതാകുന്നു എന്ന ബോധത്തോടു കൂടി തിരിച്ചുപകാരം ചെയ്യാത്ത ആൾക്ക് നമ്മൾ യാതൊന്ന് ചെയ്യുന്നുണ്ടോ, അതാണ് സാത്വിക ദാനം. പിന്നെ അതെന്തൊക്കെ വേണം? ദേശേ കാലേച്ച പാത്രേച്ച, ദേശത്തിലും കാലത്തിലും പാത്രത്തിലുമായിരിക്കണം. അതാണ് സാത്വിക ദാനം എന്ന് ഭഗവാൻ പറയും. ഇത് നമുക്ക് എങ്ങനെയാണ് പൂർണ്ണമായിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ദേശം, കാലം, പാത്രം. ആദ്യത്തെ നമുക്ക് ശരിയാക്കാം. ആദ്യത്തെ 100% ഭഗവാൻ പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാം. ദാതവ്യമിതി യദ്ദാനം ദീയത്തെ അനുപകാരിണേ, തിരിച്ചുപകാരം ചെയ്യാത്ത ആൾക്ക് ചെയ്യുന്ന ദാനം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇന്ന് ഞാൻ ഇവന് 10 രൂപ കൊടുക്കുകയാണ്, എന്നാലല്ലേ നാളെ അവനോട് 15 ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റൂ എന്ന കാഴ്ചപ്പാടോടുകൂടിയാണോ ചെയ്യണത്? അത് ദാനമല്ല, സാത്വികമല്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്, ഇല്ലേ? ഉണ്ട്. ഇന്നിപ്പോൾ അവന് കൊടുക്കാൻ നാളെ നമ്മൾ ആവശ്യം വരുമ്പോൾ ഇങ്ങോട്ട് ചോദിക്കാമല്ലോ. ഇല്ലെങ്കിൽ അവനെ കൊണ്ട് ഇന്ന ഉപകാരം എനിക്കുണ്ടാവും. അപ്പം അവനോട് പണമൊന്നും ഞാൻ ചോദിക്കില്ല, എന്നാൽ അവനെ കൊണ്ടുന്ന ഉപകാരം എനിക്കുണ്ടാവും, അതുകൊണ്ട് കിടക്കട്ടെ. അതൊന്നും സാത്വിക ദാനമല്ല. അതെല്ലാം ഒരു തരം ഡെപ്പോസിറ്റ് എന്ന് പറയാം, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഇപ്പം എനിക്ക് മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗം കിട്ടും, അതിന് കിടക്കട്ടെ ഇന്നത് എന്ന് വിചാരിച്ചാൽ ദാനമാണോ? എന്താ അഭിപ്രായം? അത് ഇൻവെസ്റ്റ്മെൻറ്റാ, അത് ദാനമല്ല. ഇതിന് നിനക്ക് ഫലം ഉണ്ടാവട്ടെ എന്നുള്ള ഭാവനയോട് കൂടിയാണെങ്കിൽ അത് ദാനമല്ല, അത് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്, അത് നിക്ഷേപമാണ്. അപ്പം അനുപകാരിയായിരിക്കണം അയാൾ. 2, കർത്തവ്യതാബോധം തനിക്ക് വേണം. ദാതവ്യം, നൽകേണ്ടതാകുന്നു എന്ന കാഴ്ചപ്പാട് വേണം. ഇങ്ങനെ യാതൊരു ദാനം ചെയ്യുന്നുണ്ടോ? ഇത്രയും ഒരു തകരാറും ഇല്ല കേട്ടോ. ഇനി ഭഗവാൻ പറയണം അടുത്തത് കുറച്ച് തകരാറുള്ളതാണ്. ദേശേ കാലേച്ച പാത്രേച്ച, ദേശത്തിലും കാലത്തിലും പാത്രത്തിലും. ഇതെങ്ങനെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുക? ആചാര്യന്മാർ പറഞ്ഞു തരും. നല്ല ദേശം, തീർത്ഥസ്ഥലങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ദാനം വിശിഷ്ടമാണ്. ശരിയാണ്. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ ഇതൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടാൻ തുടങ്ങി. ഇപ്പം തീർത്ഥങ്ങളിലൊക്കെ മിക്കവാറും വലിയ മാഫിയകളാണ് പ്രവർത്തിക്കുന്നത്. അവിടെ നമ്മൾ ദാനം ചെയ്യുന്നത് മുഴുവൻ അപകടത്തിനായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. അതെ, മിക്കവാറും നമ്മൾ ദാനം എന്നുള്ള ഭാവനയിൽ ശ്രദ്ധയോടുകൂടി കൊടുക്കുന്നതാവും, പക്ഷെ അത് ഉപയോഗിക്കപ്പെടുന്നത് ധർമ്മവിരുദ്ധമായിട്ടാവും. അപ്പോൾ ദേശം ശരിയാവുമോ എന്ന് ചോദ്യം. പിന്നെ ദേശം പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ദേശത്തിൽ ദുഷിച്ച ദേശം എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴും ദുഷിച്ചതെന്ന് പറയാൻ പറ്റുമോ? നല്ല ദേശം നമ്മൾ പറയുന്നത് എപ്പോഴും നല്ലതെന്ന് പറയാൻ പറ്റുമോ? കാരണം നല്ല ദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തട്ടിപ്പ് ഗ്രൂപ്പുകളുണ്ടാവും. ദുഷിച്ച ദേശം എന്ന് പറയുന്നിടത്ത് സജ്ജനങ്ങളുണ്ടാവും. നമുക്ക് എങ്ങനെ അറിയാം?
നമ്മളെപ്പോഴും ഓർമ്മിക്കാറുണ്ട്, ആശ്രമത്തിൽ, അദ്വൈതാശ്രമത്തിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്നൊരു മനുഷ്യൻ, ഇപ്പോൾ ഇല്ല, മരിച്ചു. സാത്വികൻ എന്ന് പറഞ്ഞാൽ സാത്വികൻ മാത്രമല്ല, ഇത്രയൊരു ശുദ്ധ സ്വഭാവിയാണ്, എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്യുന്ന, വളരെ സൗമ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, വർത്തമാനം എല്ലാം. അങ്ങനെ അദ്ദേഹത്തിന് ചെറിയ ചില രോഗങ്ങൾ ശരീരത്തിനുണ്ട്. ഒരു ദിവസം അദ്ദേഹം കോഴിക്കോട് പട്ടണത്തിലൂടെയൊക്കെ നടക്കുക, ഫുട്പാത്തിലൂടെയൊക്കെ നടക്കുക. അപ്പോൾ തല കറങ്ങി വീണു, ബോധം കെട്ടു. വീണത് എവിടെയാ? ചാരായ ഷാപ്പിൻ്റെ നേരെ മുമ്പിൽ. അന്ന് ചാരായ ഷാപ്പുകളുള്ള കാലമാണ്, നിരോധിക്കപ്പെട്ടിട്ടില്ല ആ കാലമാണ്. അത് നേരെ മുമ്പിൽ അതേ അങ്ങനെ കമിഴ്ന്ന് വീണ് കിടക്കുക. ആരാ തിരിഞ്ഞു നോക്കണേ? വഴി പോണ ആൾക്കാരൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു, ഓ കിളവനായിട്ട് നിർത്തിയിട്ടില്ല പരിപാടി എന്നൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ആരും നോക്കിയില്ല. അങ്ങനെ അദ്ദേഹം അവിടെ കിടന്ന് ഏതോ ഒരു സന്ദർഭത്തിൽ, എങ്ങനെയാണെന്നറിയില്ല, ബോധം തെളിഞ്ഞിട്ടില്ല, പക്ഷെ തിരിഞ്ഞു കിടക്കാനിടയായി. തിരിഞ്ഞു കിടന്ന് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അല്ലേ, അയ്യോ ഇതാരാ കിടക്കണത് ഇവിടെ? ഉടനെ എടുത്തു. അതിനടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അവിടെ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ കൊണ്ടുവരേണ്ടതില്ലായിരുന്നു. ഇപ്പം എന്തായാലും കുഴപ്പമില്ല. ചികിത്സയെല്ലാം കിട്ടി. അദ്ദേഹം പിന്നെ ഒരു 6 വർഷം ജീവിച്ചു. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ചാരായ ഷാപ്പിൻ്റെ നേരെ മുമ്പിലാണ് അദ്ദേഹം. ചാരായം പോയിട്ട് ഒരു പോഷകാഹാരവും കഴിക്കാത്ത ആളാണ്, യാതൊരുവിധ പോഷകാഹാരം കഴിക്കാത്ത മനുഷ്യനാണ്. ചാരായം മാത്രമല്ല, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പക്ഷേ ആലോചിച്ച് നോക്കൂ, ദേശം ഇങ്ങനെ പലപ്പോഴും സംഭവിക്കില്ല. ഇത് കഥയല്ല, ഉണ്ടായതാണ്. ഇതുപോലെ തന്നെയാണ് കാലം. കാലം എന്ന് പറഞ്ഞാൽ ഏകാദശി വ്രതം നോറ്റിട്ട് ദ്വാദശിയുടെ അന്ന് ദാനം ചെയ്യുക, ഉദാഹരണം. അല്ലെങ്കിൽ ചില പുണ്യതിഥികളിൽ ദാനം ചെയ്യുക, അല്ലെങ്കിൽ ശ്രാദ്ധത്തോടനുബന്ധിച്ച് ദാനം ചെയ്യുക. ഇതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയപ്പെട്ടതാണ് കാലം. പക്ഷേ അവിടെയും ഈ വക ദോഷങ്ങൾ വരാം. ഈ ദിവസങ്ങൾ നോക്കിയിട്ട് തട്ടിപ്പ് വൃന്ദങ്ങളൊക്കെ പ്രവർത്തിക്കാം. പിന്നെ പാത്രത്വം നമുക്ക് ഒട്ടും നിർണ്ണയിക്കാൻ പറ്റില്ല. പുറമെ നമ്മൾ പാത്രം എന്ന് വിചാരിക്കുന്നതായിരിക്കില്ല പലപ്പോഴും സത്പാത്രം. അപ്പം ഭഗവാൻ തന്നെയാണിത് പറഞ്ഞതെങ്കിലും ഇത് പൂർണ്ണമായി നമുക്ക് സ്വീകരിക്കാൻ വിഷമമുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നാവോ? ഭഗവാനാണിത് ഉപദേശിച്ചത്, ഭഗവത്ഗീതയാണൊക്കെ ശരിയാ. പക്ഷെ ഈ വരി ഉണ്ടല്ലോ, ഈ വരി പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ ഒരു വിഷമമുണ്ട്. ദേശേ കാലേച്ച പാത്രേച്ച. ഭഗവാന്റെ കുഴപ്പമല്ല, ഉപദേശത്തിൻ്റെ കുഴപ്പമല്ല, കാലം കൊണ്ട് നമ്മുടെ സമൂഹ ജീവിതത്തിൽ വന്ന കുഴപ്പമുണ്ട്. ഭഗവാൻ ഉപദേശിച്ച ആ ഭാവത്തിലും അർത്ഥത്തിലും അത് ശരിയാണ്. പക്ഷെ ലോകത്തിലേക്ക് അനുവാദം ചെയ്യുമ്പോൾ അത് ശരിയല്ല. ഇനി ഭഗവാൻ ഉപദേശത്തിനെതിരായിട്ട് ചിദാനന്ദപുരസ്വാമി പറഞ്ഞു എന്നാരും പറയരുതേ. ഇതിന് പ്രായോഗികതയാണ് പറഞ്ഞത്. ദേശകാല പാത്രങ്ങൾ നിരൂപണം ചെയ്യാൻ നമുക്ക് ഒട്ടും എളുപ്പമല്ല. പിന്നെ എന്തേ സാധിക്കൂ? ഭഗവാനെ, എനിക്കൊന്നും അറിയില്ല, ദേശം ചിന്തിക്കാനും എനിക്കറിയില്ല, കാലം ചിന്തിക്കാനും അറിയില്ല, പാത്രം ചിന്തിക്കാനും അറിയില്ല. നീ തന്നു, നീ ചോദിക്കണൂതാ, അതേ പറ്റൂ. എന്താ അഭിപ്രായം? എന്തൊക്കെയാ നിങ്ങളുടെ അഭിപ്രായം എന്നറിയില്ല. നീയാണ് തന്നത്, നീ തന്നെ ചോദിക്കണു. എനിക്ക് ദേശകാല പാത്രം ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ല. സത്യമല്ലേ? ചിന്തിക്കുക. അതുകൊണ്ട് തമാശയ്ക്ക് നമ്മൾ ഈ വരി മാറ്റി ചൊല്ലാറുണ്ട്. കേൾക്കണ ചിലർ വിചാരിക്കും സത്യാന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത്. ഈ ദേശേ കാലേച്ച പാത്രേച്ച തദ്ദാനം സാത്വികം സ്മൃതം എന്ന് പറയുന്നിടത്ത് ഈശ്വരാർപ്പണ ബുദ്ധിയൈവ തദ്ദാനം സാത്വികം സ്മൃതം. ദേശേ കാലേച്ച പാത്രേച്ച എന്നുള്ളത് ഈശ്വരാർപ്പണ ബുദ്ധിയൈവ. അപ്പം എങ്ങനെയാവും? ശ്ലോകം മാറ്റി ചൊല്ലരുതേ.
ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ ഈശ്വരാർപ്പണ ബുദ്ധിയൈവ തദ്ദാനം സാത്വികം സ്മൃതം. ഈശ്വരാർപ്പണ ബുദ്ധിയിലാണ് ചെയ്തോളുക, അതേ കഴിയൂ. അല്ലാണ്ട് ആരെ അളക്കാനോ തൂക്കാനോ ഇയാൾ നല്ല ആളാണോ ചീത്ത ആളാണോ എന്ന് തരംതിരിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. കഴിയുമോ? ഞാൻ നിങ്ങളെ മുമ്പിൽ വലിയ കേമനായിട്ട് ഇങ്ങനെ അഭിനയിച്ചിട്ട് ഇരിക്കുക. ഞാൻ എന്താ കള്ളൻ തട്ടിപ്പുകാരെന്ന് നിങ്ങൾക്കറിയോ? എങ്ങനെയറിയാം? ചിലപ്പോൾ ചിലർ ബാഹ്യമായിട്ട് പല വികൃത ഭാവത്തിലും ആയിരിക്കും. അവരെത്ര സജ്ജനമാണെന്ന് നമുക്കറിയോ? രണ്ടും അറിയില്ല. നമ്മൾ ഓർമ്മിക്കുന്നത് ഈ സന്യാസത്തിന് മുമ്പുള്ളൊരു കഥയാണ്. സന്യാസത്തിനൊക്കെ മുമ്പുള്ളൊരു കഥയാണ്. ഇങ്ങനെ തണ്ടി നടക്കണ കാലം. അങ്ങനെ പോയി ഗോദാവരി തീരത്ത് പഞ്ചവടിയിൽ താമസിക്കുകയാണ്. അപ്പം അവിടെ ഈ പഞ്ചവടിയിൽ ധാരാളം പേര് പിതൃകർമ്മം ചെയ്യാൻ വേണ്ടി വരും. പിതൃകർമ്മം ചെയ്യാൻ വേണ്ടി ചിലർ മിക്കവാറും പേര് ഈ സഞ്ചയനം ചെയ്തിട്ടുള്ള അസ്ഥി കൊണ്ടാ വരിക. അപ്പോൾ അവിടെ കുറേ കർമ്മികളുണ്ട്. അന്ന് 10-20 കർമ്മികൾ അക്കാലത്തുണ്ട്. ഇപ്പം എത്ര ഉണ്ടെന്ന് അറിയില്ല, കൂടിയിട്ടുണ്ടാവും. അന്ന് 10-20 കർമ്മികളാണുള്ളത്. അപ്പോൾ ഇതിൽ ഒരാളുടെ അടുത്ത് എന്താ തിരക്കെന്ന, അപ്പോര തിരക്കാണ്. മറ്റുള്ളവരുടെ അടുത്തൊക്കെ ഒരു 5 ആളുണ്ടാവുമ്പോൾ ഇയാളുടെ അടുത്തൊരു 50 ആളുണ്ടാവും. എത്ര ദക്ഷിണയാണ് കൊടുക്കാന്നറിയാം ഇയാൾക്ക് ആൾക്കാർ. മറ്റുള്ള കർമ്മികൾക്ക് അന്ന് ഒരു 5 ഉറുപ്പ്യൊക്കെയാണ് കൊടുക്കുക, ഇയാൾക്ക് 10-50 ഉറുപ്പ്യ കൊടുക്കും. ആ കാലത്ത് 50 ഉറുപ്പ്യ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഖ്യ കേട്ടോ. അപ്പോൾ ഇതെന്താ അപ്പോൾ ഇതിൻ്റെ ടെക്നിക്ക് ഒന്ന് മനസ്സിലാക്കാൻ ഒരു താല്പര്യം. അത് നമ്മൾ എന്തായാലും അവിടെ തട്ടി നടക്കുകയാണല്ലോ, പ്രശ്നമില്ലല്ലോ. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ പോയി ഇരുന്ന് നോക്കി സംഗതി എന്താണ്. അപ്പോഴാണ് മനസ്സിലായത്, ഈ പണ്ട് ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ആ കാലത്ത് ഒരു ടിന്നിൻ്റെ ഒരു പാത്രം, ഡാൽഡ വനസ്പതി വട്ടത്തിൽ, ഓർമ്മയുണ്ടോ? ഒരു മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡാൽഡ എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ആര് ഏത് പാത്രത്തിൽ എന്ത് അസ്ഥി കൊണ്ടുവന്നാലും ഇതിലങ്ങോട്ട് ഇടും, ഈ ഡാൽഡയിൽ. എന്നിട്ട് ഇവരോട് പലതും ചമൽക്കാരപൂർവ്വം അങ്ങനെ വർത്തമാനം പറയും. അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഈ പിതൃജീവന് മോക്ഷം കിട്ടിയ അതിൻ്റെ ലക്ഷണം ഈ കർമ്മത്തിൽ തന്നെ അറിയും. കർമ്മം നടക്കുമ്പോൾ തന്നെ അവർക്ക് മോക്ഷം ഉണ്ടെങ്കിൽ മനസ്സിലാവും നിങ്ങൾക്ക്. അത് ഭേദിച്ച് പുറത്തേക്ക് പോകും. അതിന് ഭാഗവത മഹാത്മ്യത്തിൽ ചില വാക്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കും. ഈ മുളയൻ്റെ കാണ്ഡം മുറിയുന്ന ദൃഷ്ടാന്തമൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ മുക്തനാവുന്നൊക്കെ. അങ്ങനെ ഈ വർത്തമാനം പറയുമ്പോൾ ഇവരിങ്ങനെ വായം പൊളിച്ച് ഇദ്ദേഹം പറഞ്ഞതാ ശ്രദ്ധിച്ചിരിക്കുക. അതിൻ്റെ തൊട്ട് മെല്ലെ ഈ തപ്പൊന്ന് അമർത്തും അദ്ദേഹം. അത് അവർക്ക് മനസ്സിലാവില്ല. അത് കഴിഞ്ഞ് ഇയാളിങ്ങനെ കർമ്മം ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പാത്രത്തിന് മറ്റേ ഭാഗത്ത് ചെറിയൊരു ചൊട്ട് കൊടുക്കും. അതും ഇവരറിയില്ല. അപ്പോൾ ഇത് ഇട്ടേന്നും വേണ്ടാണ്ട് അപ്പോൾ ഇതിന് അടപ്പാണ്ട് തെറിക്കും. ഇതാണ് വിദ്യ. അപ്പോൾ എന്തായി, എൻ്റെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടി. എനിക്കെന്ത് വേണം സാഫല്യത്തിന്? എന്താ കയ്യിലുള്ള വെച്ചാൽ മുഴുവൻ ദക്ഷിണയും കൊടുക്കുക. അപ്പോൾ ഇയാളെടുത്ത് വമ്പിച്ച തിരക്കാം. ഇങ്ങനെയുള്ള പല തട്ടിപ്പുകൾക്കും നമ്മൾ വിധേയരാണ്. അതുകൊണ്ട് പാത്രം എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഭഗവാനെ അറിയോ? എന്താ അഭിപ്രായം? അറിയില്ല. ദേശം അറിയില്ല, കാലറിയില്ല, പാത്രം അറിയില്ല. എനിക്കൊന്നറിയാം, നീയാ തന്നത്, നിനക്ക് തന്നെയാ അപ്പോൾ തരണതും. കഴിഞ്ഞു. അത്ര ഒതുക്കിയാ നല്ലത്. ഇത് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാട്ടോ. നമ്മുടെ അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷേ ഈ കാഴ്ചപ്പാടുകൊണ്ട് ഉപദ്രവം ഉണ്ടാവില്ലെങ്കിൽ ഉപദ്രവമൊക്കെ ഉണ്ടാവും. സാമൂഹികമായിട്ട് ഉപദ്രവം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കണോ? അല്ലാണ്ട് തന്നെ എന്തൊക്കെ ഉപദ്രവം നാട്ടിലുണ്ട്. നമ്മളെ കൊണ്ട് കുറച്ച് ഉപദ്രവം കിടക്കട്ടെന്നേ. അല്ലാണ്ട് ഇപ്പോൾ എന്ത് പറ്റും? വലിയ വിഷയമാണ്. ഏതായാലും സംവിധാദേയം. അപ്പോൾ ആർക്കാണോ അയാൾ, ആരാണോ കൊടുക്കുന്നത് അയാൾ, രണ്ടുപേരുടെയും കഴിവുകൾ, അർഹത, ഇതെല്ലാം അറിഞ്ഞ്
സ്നേഹത്തോടുകൂടി, സമർപ്പണ ഭാവത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യേണ്ടതാകുന്നു. ഇതാണ് ദാനപ്രകരണം. വ്യക്തമാണോ? ശ്രദ്ധയാദേയം അശ്രദ്ധയാദേയം ശ്രിയാദേയം ഹ്രിയാദേയം ഭിയാദേയം സംവിദാദേയം. വ്യക്തമാണല്ലോ ഇല്ലേ? ഒരുവിധമൊക്കെ ജീവിതത്തിൽ വേണ്ടതൊക്കെ ഉപദേശിച്ചില്ലേ? എന്നാലോചിച്ച് നോക്കൂ. അത് തന്നെ പറഞ്ഞു സന്താന പരമ്പര, സത്യനിഷ്ഠ. അപ്പോൾ വിവാഹമൊക്കെ വന്നു. സന്താന പരമ്പര എന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കണം, സന്തോഷമായി ജീവിക്കണം, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണം, സത്യത്തിനും ധർമ്മത്തിനും അനുസരിച്ച് ജീവിക്കണം, സ്വാധ്യായം ചെയ്യണം, അച്ഛനമ്മമാരെ അങ്ങനെ ആദരപൂർവ്വം സേവിക്കണം, ദൈവകാര്യങ്ങൾ ചെയ്യണം, കഠിനാധ്വാനം ചെയ്ത് പണം സമ്പാദിക്കണം, സ്വത്ത് സമ്പാദിക്കണം, നിൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷ ഉറപ്പുവരുത്തണം, തെറ്റാൻ തോന്നണത് ചെയ്യരുത്, ശരിയാണെന്ന് തോന്നണത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അമ്മ അച്ഛൻ ആചാര്യൻ അതിഥിയൊക്കെ ദൈവമാണ്, എന്താണോ നല്ലതെന്ന് നിനക്കറിയണത് അത് നീ ചെയ്താൽ മതി, പിന്നെ വിദ്വാൻമാരെ ബഹുമാനിക്കാൻ പഠിക്കണം, ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യണം. ഒരുവിധമൊക്കെ പറഞ്ഞില്ലേ? നമുക്ക് എന്താ പറയാനുള്ളത്? ഒരു സാമാന്യ ജീവിതത്തിൽ സാമാന്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ വിശേഷമായി 2 ഉപദേശങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. എന്താ വിശേഷമായിട്ടുള്ള ഉപദേശം? സാമാന്യമായിട്ടുള്ള കഴിഞ്ഞു, ഇനി വിശേഷമായിട്ടുള്ള പറയുക. അധയതി തേ കർമ്മ വിചികിത്സാവാ വൃത്ത വിചികിത്സാവാ സ്യാത് തത്ര ബ്രാഹ്മണാ സമ്മർഷിനഃ യുക്താ ആയുക്താഃ അലോക്ഷാ ധർമ്മകാമാ സ്യുഃ യഥാ തേ തത്ര വർത്തേരൻ തഥാ തത്ര വർത്തേഥാഃ. ഇതാണ് ഉപദേശം. അഥ യതി തേ കർമ്മ വിചികിത്സാവാ വൃത്ത വിചികിത്സാവാ സ്യാത് തത്ര ബ്രാഹ്മണാ സമ്മർഷിനഃ യുക്താ ആയുക്താഃ അലോക്ഷാ ധർമ്മകാമാ സ്യുഃ യഥാ തേ തത്ര വർത്തേരൻ തഥാ തത്ര വർത്തേഥാഃ. അഥ എന്ന് പറഞ്ഞാൽ അനന്തരം, അതിനുശേഷം. ഏതിനു ശേഷം? ഞാൻ സാമാന്യമായി പറഞ്ഞു തരേണ്ടതൊക്കെ പറഞ്ഞു തന്നു. നിൻ്റെ ജീവിതത്തിൽ സാമാന്യമായി ശ്രദ്ധിക്കേണ്ടുന്ന എല്ലാ വിഷയങ്ങളും ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി വിശേഷമായിട്ടുള്ളൊരു ഉപദേശം പറയാം. അതാണ് അഥ, അനന്തരം. യദിതേ കർമ്മവിചികിത്സാവാ വൃത്ത വിചികിത്സാവാ സ്യാത്. നിനക്കെപ്പോഴെങ്കിലും കർമ്മവിഷയത്തിലോ ആചരണ വിഷയത്തിലോ സംശയം വന്നാൽ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഇത് ചെയ്യാൻ പാടുണ്ടോ, ചെയ്യാൻ പാടില്ലേ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പലപ്പോഴും നമുക്ക് വരാം, ഇല്ലേ? വരാം. ജീവിതത്തിൽ എന്നും വരാം, എപ്പോഴും വരാം സംശയങ്ങൾ. അതായത് സാമാന്യമായിട്ടുള്ളതൊക്കെ പറഞ്ഞു, വിശേഷമായിട്ട് ഇതിപ്പോൾ എങ്ങനെ ചെയ്യുക, ഇത് ചെയ്യാൻ പാടുണ്ടോ, പാടില്ലേ, ഇങ്ങനെയൊക്കെ സംശയം വരില്ല? ഉണ്ട്. അങ്ങനെ സംശയം വന്നാൽ എന്ത് ചെയ്യണം? കർമ്മ വിഷയത്തിലോ അനുഷ്ഠാന വിഷയത്തിലോ ആചരണ വിഷയത്തിലോ സംശയം വന്നാൽ, ഇപ്പോൾ കർമ്മ വിഷയത്തിൽ പലപ്പോഴും അനുഷ്ഠാനത്തിലൊക്കെ സംശയം വരും നമുക്ക്. എന്ത് ചെയ്യണം? ഇപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ പല തലങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കും. പത്നി എന്നുള്ള രീതിയിൽ, പതി എന്നുള്ള രീതിയിൽ, സാമാന്യധർമ്മം വിശേഷധർമ്മമുണ്ട്. അപ്പോൾ സാമാന്യമായിട്ടൊരു സംശയം ആർക്കും ഉണ്ടാവില്ല. പക്ഷെ വിശേഷമായിട്ട് ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത്, സംശയം വരില്ല. ഒരു മകൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മകൾ എന്നുള്ള രീതിയിൽ, അച്ഛൻ എന്നുള്ള രീതിയിൽ, അമ്മ എന്നുള്ള രീതിയിൽ കർത്തവ്യാകർത്തവ്യങ്ങളെക്കുറിച്ച് സംശയം വരുന്ന സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും. ഇല്ലെങ്കിൽ പലതും ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഒരു പ്രത്യേക വ്രതം പാലിച്ചു,
സ്വാമി ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാലാട്ടതാ, അപ്പം ഇന്നത് സംഭവിച്ചു ജീവിതത്തിൽ, എന്താ ഞാൻ ചെയ്യേണ്ടത്? അമ്മ മരിച്ചു, എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഇന്ന മാതിരി അശുദ്ധമായ സാഹചര്യത്തിലാണ് ഞാൻ എത്തിയതെന്ന് മനസ്സിലായി, എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെ വരാം. ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോയതാണ്. ആർത്തവായിട്ട് ഞാൻ അമ്പലത്തിൽ പോകാറില്ല, പക്ഷെ ആ അമ്പലത്തിനുള്ളിൽ നിന്ന് ആർത്തവായി, ഞാൻ എന്ത് ചെയ്യും? ഒക്കെ പലരും ചോദിക്കണ സംശയങ്ങളാണ്. എന്താ ചെയ്യുക? ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ നിനക്ക് വരാം. ജീവിതത്തിൽ 1 2 അല്ല, പലപ്പോഴും സംശയം വരും. എന്താണ് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത്, എന്താ ചെയ്യരുതാത്തത്? ഒരു അശുദ്ധമായ ഭക്ഷണം കഴിക്കരുത്, വ്യക്തമാണല്ലോ, ശരിയല്ലേ? അതെ. ഞാൻ അശുദ്ധമായ ഭക്ഷണത്തിന് ഉദാഹരണം പറയാം. നിങ്ങൾക്ക് സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ എന്നുള്ള വേറെ വിഷയം. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഊണ് കഴിക്കുമ്പോൾ അതിൽ നിന്ന് തലമുടി കിട്ടി, വലിയ തലമുടിയാണ്. ചെറിയ കഷ്ണമാണെങ്കിൽ തിരക്കേടില്ല. വലിയ നീളമെന്ന് പറഞ്ഞാൽ 1 മീറ്റർ നീളമുണ്ടെന്ന് വെച്ചോ, 2 മീറ്റർ നീളമുണ്ടെന്ന് വെച്ചോളൂ, എങ്ങനെ ഉണ്ടാവും? നമ്മളെ ഭാവനയിൽ അശുദ്ധമല്ലേ? എന്താ അഭിപ്രായം? അല്ല, ആണോ? എന്താ സംശയമുണ്ടോ ആർക്കെങ്കിലും? എങ്ങനെയാ? അല്ലെങ്കിൽ വേറെ വല്ല ദൃഷ്ടാന്തം പറയേണ്ടി വരും. അത് അശുദ്ധാന്ന് തോന്നലുണ്ടാവില്ല. തലയിൽ തലമുടി വളരെ വലുതായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് തന്നെ ചോറ്റുപാത്രത്തിൽ കണ്ടാൽ വലിയൊരു സുഖം ഉണ്ടാവില്ല. തലയിൽ തലമുടിക്ക് നീളം കൂടാൻ വേണ്ടിയിട്ട് പല പ്രയോഗം ചെയ്യുന്ന ആളാണ്. അയാൾക്ക് തന്നെ ചോറ്റുപാത്രത്തിൽ ഇഷ്ടം ഉണ്ടാവില്ല. ശരി, ഇത് നമ്മൾ മാറ്റി വയ്ക്കും. അയ്യോ വേണ്ട വേണ്ട ശരി ഇല്ലേ? പക്ഷേ നമ്മളൊരാൾക്കൂട്ടത്തിലാണ്, നമ്മൾ സദ്യയിലാണ് വിചാരിച്ചു. അല്ലെങ്കിൽ നമുക്ക് വളരെ ബഹുമാനത്തോടു കൂടി, വളരെ സ്നേഹത്തോടു കൂടി, സമർപ്പണ ഭാവത്തിൽ ഒരാൾ തന്നതാ. ഞാൻ മാറ്റി വെച്ചാൽ ആ വ്യക്തിക്ക് വളരെ ദുഃഖം ഉണ്ടാവും. അപ്പം ഞാൻ എന്താ ചെയ്യുക? മാറ്റി വെക്കുകയാണോ ചെയ്യുക, കഴിക്കുകയാണോ ചെയ്യുക? ഞാൻ ഒറ്റയ്ക്കാണ് മുറിയിലിരുന്ന് കഴിക്കുകയാണെങ്കിൽ ഞാനത് മാറ്റി വയ്ക്കും. അയ്യേ എന്താ അത് വൃത്തിയായിട്ടത് എന്നും പറഞ്ഞിട്ട് മാറ്റി വയ്ക്കും. പക്ഷേ അതിനേക്കാൾ കഷ്ടം മറ്റൊരു വ്യക്തിയുടെ മനസ്സിനുണ്ടാവും, ഞാൻ കാരണം. അഥവാ ഞാൻ കാരണം ഒരു സഭ മുഴുവൻ ഭക്ഷണം ഉപേക്ഷിക്കുന്ന സന്ദർഭം വരും. അങ്ങനെ വന്നാൽ ആ വീട്ടുകാർ തന്നെ അപമാനിതരാവും. അപ്പം ഞാൻ എന്ത് ചെയ്യും? ആരും കാണാതെ മെല്ലെ ഉപായത്തിൽ ആ തലമുടി മെല്ലെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ കഴിക്കും. ഞാനങ്ങനെയാണ് ചെയ്യുക. നിങ്ങളെങ്ങനെയാണ് ചെയ്യാമെന്നറിയില്ല. കാരണം ഞാനത് കഴിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഉപദ്രവം കഴിക്കാതിരുന്നാലാ. എന്താ സ്വാമി കഴിക്കാണ്ടിരുന്നിട്ട്? അയ്യോ അതിന് വലിയ തലമുടി കിട്ടിയിട്ടുണ്ട്. ഒന്നായിട്ട് അലങ്കോലപ്പെട്ടില്ലേ? ആ സഭ തന്നെ അലങ്കോലപ്പെടും. ആ വീട്ടുകാർക്ക് എത്ര വിഷമാവും. ആരെങ്കിലും വേണമെന്ന് വിചാരിച്ച് തലമുടി ഇട്ടതാണോ? അല്ലല്ലോ, വീണ് പോയതല്ലേ, ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റിയതല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. സാമാന്യമായും വിശേഷമായും വ്യത്യാസമുള്ള സന്ദർഭങ്ങൾ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അതുകൊണ്ടാണ് ഗുരുനാഥൻ പറയുന്നത്, അധയതിതേ, അനന്തരം നിനക്കുണ്ടായി എന്ന് വിചാരിക്കുക. എന്ത്? കർമ്മ വിചികിത്സ വൃത്ത വിചികിത്സ വാസ്യാത്. വിചികിത്സ എന്ന് പറഞ്ഞാൽ സംശയം. കർമ്മ വിഷയത്തിൽ സംശയം, വൃത്ത വിഷയത്തിൽ സംശയം ഉണ്ടായാൽ എന്ത് ചെയ്യണം? സംശയത്തോടു കൂടി ഒരു കർമ്മം ചെയ്യരുത്. സംശയത്തോടു കൂടി ഒന്നും ചെയ്യരുത്. അങ്ങനെയാണോ ചെയ്യുക, ഇങ്ങനെയാണോ ചെയ്യുക എന്നുള്ള സംശയത്തോടു കൂടി ഒന്നും ചെയ്യാൻ പാടില്ല. സംശയത്തോടു കൂടി ചെയ്തതൊക്കെ അനർത്ഥമാണ്. അപ്പം എന്ത് ചെയ്യണം? സംശയം നീക്കണം. എങ്ങനെ സംശയം നീക്കും? അതാണ് പറയുന്നത്, യേ തത്ര ബ്രാഹ്മണാഃ സമ്മർശിനഃ. അവിടെ തത്ര യേ ബ്രാഹ്മണാഃ, യാവ ബ്രാഹ്മണരാണ് സമ്മർശികൾ, മാതൃകയാക്കേണ്ടവർ. അവരെ ബ്രാഹ്മണരെ മാതൃകയാക്കണം. ആരാ ബ്രാഹ്മണർ? പൂണൂലിട്ടോലൊക്കെ ബ്രാഹ്മണനാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 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 റുപ്യക്കൊക്കെ കിട്ടും, വാങ്ങാൻ കിട്ടും പൂണൂല്. ഇല്ല, സുഖമായിട്ട് കിട്ടും. 1 റുപ്യ മതി. കോഴിക്കോട് കളി പോയി കഴിഞ്ഞാൽ 1 റുപ്യക്ക് 2 റുപ്യ, ശരി 2 റുപ്യക്ക് പൂണൂല് കിട്ടും.
എൻ്റെ അച്ഛൻ ബ്രാഹ്മണൻ അതുകൊണ്ട് ഞാനും ബ്രാഹ്മണനാ, അത് നടപ്പില്ല. എൻ്റെ അച്ഛൻ ബ്രാഹ്മണനാണ്, ഞാൻ സമ്മതിച്ചു, അതുകൊണ്ട് നീ ബ്രാഹ്മണനായി കൊള്ളണമെന്നില്ല. ഓരോ വ്യക്തിയും അവനവൻ്റെ സ്വഭാവവിശേഷം അനുസരിച്ചാണ് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആകുന്നത്. അല്ലാതെ അച്ഛൻ്റെ അമ്മയുടെ അടിസ്ഥാനത്തിലല്ല. അത് ജാതിയാണ്. ജാതി ഇന്ന് സർവത്ര ജാതിയാണ്. അത് വെച്ചിട്ട് നമുക്ക് ശാസ്ത്രത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. ജാതി എല്ലായിടത്തും ജാതി തന്നെയാണ്, ഇല്ലേ? ഇല്ല? എന്താ നിങ്ങളുടെ അഭിപ്രായം? എല്ലാ മേഖലയിലും ജാതിയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നടൻ്റെ പേര് പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നടനാ മോഹൻലാൽ. മോഹൻലാലിൻ്റെ മോനാരാ? അയാളും നടനാ. അതുതന്നെ ജാതി പറഞ്ഞാൽ അതുതന്നെയാണ്. മമ്മൂട്ടിൻ്റെ മോൻ നടൻ, നടൻ്റെ മകൻ നടൻ. കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ, രാഷ്ട്രീയക്കാരൻ. സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി, അതും രാഷ്ട്രീയക്കാരൻ. അതിനെ ജാതി. ഒരു തൊഴിൽ മക്കളിലേക്ക് പകരുന്നതിനാണ് ജാതി എന്ന് പറയുക. വേറെന്താ? ഇപ്പോൾ സർവത്ര ജാതിയാ, എല്ലായിടത്തും ജാതിയാണ്. ഇപ്പോൾ ഈ നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റൊക്കെ വന്നതുകൊണ്ട് കുറച്ച് ഡോക്ടർമാരൊക്കെ ജാതി ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ജഡ്ജിമാർ ജാതി തന്നെയാണ്. അതെ, എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ചെറിയ കുട്ടിയാവുമ്പോൾ കാണാം ജസ്റ്റിസ് നരിമാൻ, ജസ്റ്റിസ് ചന്ദ്രചൂഡ് എന്നൊക്കെ. ഇപ്പോഴും കാണാം സുപ്രീം കോടതിയിൽ. ഞാൻ ഇവർക്ക് മരണമില്ലേ? നോക്കുമ്പോഴാണ് ഇടേ അതല്ല, അയാളുടെ മോൻ അയാളുടെ മോൻ അയാളുടെ മോൻ, ഇങ്ങനെയാണ് ജസ്റ്റിസ് ആവണത്. കൊളീജിയം സിസ്റ്റം നിലനിൽക്കുന്ന കാലം വരെ അത് തുടരും. കഴിവുള്ളവർക്ക് കയറാൻ പറ്റില്ല. അവരെ മക്കളെ തന്നെ അവരാക്കും, അവരെ മക്കളെ തന്നെ അവരാക്കും, അങ്ങനെ പോരുക. അത് ഈ കൊളീജിയം സിസ്റ്റം മാറണം, എന്നാൽ രക്ഷപ്പെടും. ഇതാണ് ജാതി പറഞ്ഞാൽ. നല്ല ജാതി എന്താ? അതുകൊണ്ട് ബ്രാഹ്മണൻ ജാതിയാന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. മനുഷ്യാണാം മനുഷ്യത്വം ജാതിഹി ഗവാം ഗോത്വം യഥാ തഥാ ന ബ്രാഹ്മണാദിരസ്ത്യേവം ഹാ തത്വം വേത്തി കോപിന. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തരും. മനുഷ്യാണാം മനുഷ്യത്വം ജാതിഹി, മനുഷ്യന്മാർക്ക് ജാതി മനുഷ്യത്വമാണ്. ഏതുപോലെ ഗവാം ഗോത്വം യഥാ തഥാ, ഗോക്കൾക്ക് ഗോത്വം പോലെ. ഗോക്കൾക്ക് ഗോത്വം. ഗോത്വം എന്താ? ഗോവിൻ്റെ ഭാവം. ഒന്ന് ഗോവാൻ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? ലക്ഷണം വേണ്ടേ? 4 കാലുണ്ട് സ്വാമി, 4 കാലുള്ളതെല്ലാം ഗോവല്ല. വാല്, കൊമ്പ്, ചെവി, ഇതൊക്കെ എല്ലാത്തിനും ഇല്ലേ? ഇപ്പോൾ ഗോവിനെ നിർണ്ണയിക്കുക നമ്മളെങ്ങനെയാണ്? ഗോവിനെ നിർണ്ണയിക്കുക കഴുത്തിൽ താട ഉണ്ടാവും. കഴുത്തിൽ താട ഉണ്ടെങ്കിൽ അത് ഗോത്വമാണ്, ഗോവിൻ്റെ ലക്ഷണമാണ്. ഇല്ലേ? ശരിയല്ലേ? എന്താ അഭിപ്രായം? അങ്ങനെയല്ലേ ഗോവിനെ നിശ്ചയിക്കുക? ഗോത്വം എങ്ങനെയാണ്? ഗോവിന് കഴുത്തിൽ താട ഉണ്ടെങ്കിൽ അത് ഗോവിൻ്റെ ലക്ഷണമാണ്, ഇല്ലെങ്കിൽ ഗോവിൻ്റെ ലക്ഷണമല്ല. അപ്പോൾ ഹാ ന ബ്രാഹ്മണാദിരസ്ത്യേവം, ബ്രാഹ്മണൻ തുടങ്ങിയ ജാതി ഇങ്ങനെ ഇല്ല. തത്വം ആർക്കും അറിയണില്ലല്ലോ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുക ചെയ്യണം. തത്വം ആർക്കും അറിയണില്ലല്ലോ, കാരണം ജാതിയായിട്ടാണ് മനസ്സിലാക്കണതേ. ബ്രാഹ്മണൻ്റെ മകൻ ബ്രാഹ്മണൻ, അവൻ്റെ മകൻ ബ്രാഹ്മണൻ, അവൻ പട്ടാളത്തിൽ പോയാലും ബ്രാഹ്മണൻ, അവൻ കള്ളി എത്താൻ പോയാലും ബ്രാഹ്മണൻ, അവൻ പീടിക കച്ചവടം തുടങ്ങിയാലും ബ്രാഹ്മണൻ. അതെങ്ങനെയാണ്? അവൻ അധ്യാപകർ ഹൈസ്കൂളിൽ പഠിപ്പിച്ചാലും ബ്രാഹ്മണൻ, അവൻ ക്ലർക്കായിട്ട് ജോലി ചെയ്താലും ബ്രാഹ്മണൻ, പൂജ ചെയ്താലും ബ്രാഹ്മണൻ. അതെങ്ങനെ എല്ലാം കൂടി ശരിയാവുക? ഏതെങ്കിലും ഒന്ന് നിർണ്ണയിക്കണേ. അപ്പോൾ തത്ര ബ്രാഹ്മണാഹ സമ്മർശിനഃ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ ശബ്ദത്തിന് തത് അധീതം തത് വേദ, അത് പഠിച്ചിരിക്കുന്നു, അതിനെ അറിയുന്നു എന്നുള്ള അർത്ഥത്തിൽ വേദത്തെ പഠിച്ചവനാരോ വേദത്തിൻ്റെ താല്പര്യം അറിഞ്ഞവനാരോ അവനെ ബ്രാഹ്മണനെന്ന് വിളിക്കണം. ബ്രഹ്മ അധീതം അനേന ഇതി ബ്രാഹ്മണ. വേദത്തെ പഠിച്ചവൻ ബ്രാഹ്മണൻ. സാത്വികമായ ഗുണഘടനയോട് കൂടിയവർ ബ്രാഹ്മണൻ. സത്വപ്രധാനമായ ഗുണഘടനയും ശമോദമസ്തപ
കർമ്മ ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം എന്ന കർമ്മങ്ങളും ഒത്തുചേർന്നാൽ അയാൾ ബ്രാഹ്മണൻ. ചുരുക്കി പറഞ്ഞാൽ പണ്ഡിതന്മാരായിട്ടുള്ള സാത്വിക സ്വഭാവികളായിട്ടുള്ളവരെ നമുക്ക് ബ്രാഹ്മണർ എന്ന് വിളിക്കാം. അങ്ങനെയുള്ള ബ്രാഹ്മണരെ വേണം നീ മാനദണ്ഡമാക്കുക, മാർഗദർശിയാക്കുക. ഏത് ബ്രാഹ്മണർ? യുക്ത ആയുക്താഹ, യുക്തന്മാര് ആയുക്തന്മാര്. യുക്തന്മാർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം സമാഹിതന്മാർ എന്നാണ്. നല്ല മനോനിയന്ത്രണമുള്ളവർ, ചേർന്നവർ. രണ്ടാമത്തെ അർത്ഥം ഏത് വിഷയത്തിൽ ഏത് മേഖലയിലാണോ നമുക്ക് സംശയം വന്നിട്ടുള്ളത് ആ മേഖലയിൽ യുക്തന്മാർ. വ്യക്തമാണല്ലോ. ഒരു മേഖലയിൽ നമുക്കൊരു അറിവുണ്ടെന്ന് വിചാരിച്ചിട്ട് വേറൊരു മേഖലയിൽ അറിവുണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ആ മേഖലയിൽ അറിവുള്ള ആളോടാണ് നമ്മൾ ആചരണ വിഷയത്തിൽ സംശയം ചോദിക്കേണ്ടത്. ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കണേ. വീട് നമ്മൾ കെട്ടിടം ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു അമ്പലം കെട്ടിടം ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കുകയാണ്, മനുഷ്യാലയോ ദേവാലയോ എന്തോ ആയിക്കോട്ടെ. ആ വീടുണ്ടാക്കുന്നത് ശരിയാണോ, ആലയം ഉണ്ടാക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ആരോടാ ചോദിക്കണ്ടേ? നല്ല ആർക്കിടെക്റ്റിനോടാ, വാസ്തുവിശാരദനോടാ, ജ്യോത്സ്യനോടാണോ? എന്താ അഭിപ്രായം? അല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയണം. ആർക്കും ഭയമൊന്നുമില്ലല്ലോ. ഭയം ഉണ്ടെങ്കിൽ പറയണ്ട. ആ ജ്യോത്സ്യനോടല്ല ചോദിക്കേണ്ടത്. കെട്ടിടം ഉണ്ടാക്കിയത് ശരിയായിട്ടുണ്ടോ, ഉണ്ടാക്കണത് ശരിയാണോ എന്ന് ജ്യോത്സ്യം പറയേണ്ട വിഷയമല്ല, അത് വാസ്തുവിശാരദൻ പറയേണ്ട വിഷയമാണ്. നമുക്കൊരു സമയനിർണ്ണയം ചെയ്യണം. ഇന്ന് യജ്ഞം ചെയ്യാൻ ഏതാ ശുഭസമയം? അത് വാസ്തുക്കാരൻ്റെ അടുത്തല്ല പോകേണ്ടത്, അത് ജ്യോതിഷിയുടെ അടുത്താണ് പോകേണ്ടത്. കാരണം ശുഭാശുഭ സമയനിർണ്ണയം ചെയ്യേണ്ടത് ജ്യോതിഷിയാണ്. ഇത് ശരിക്കും മനസ്സിലാക്കണേ. കാരണം നമ്മളെ നാട്ടിൽ വളരെ തെറ്റായി ധരിക്കുന്നൊരു വിഷയമാണ്. ഒരിക്കലൊരു ക്ഷേത്രത്തിൽ നമ്മൾ തറക്കല്ലിടാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ഡയറി നോക്കിയപ്പോൾ ഒഴിവുണ്ട്, വരാമെന്ന് പറഞ്ഞു. പോയി അവിടെ ചെന്ന് അപ്പോഴാണ് മനസ്സിലായത് 5 പ്രാവശ്യം അവിടെ തറക്കല്ലിട്ടിട്ടുണ്ട്, 5 പ്രാവശ്യവും പൊളിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ എത്ര ലക്ഷം ഉറുപ്പ്യ ചിലവ്? ലക്ഷക്കണക്കിന് ഉറുപ്പ്യ. എന്നിട്ട് ജ്യോത്സ്യൻ്റെ അടുത്ത് പോവും. അയാൾ എന്തോ രാശി നോക്കിയിട്ട് പറയും അയ്യേ ശരിയായിട്ടില്ല. ഉടനെ പൊളിക്കും. വീണ്ടും റെസീറ്റ് ബുക്ക് എടുത്ത് അതേ സമൂഹത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങും. വീണ്ടും ഇങ്ങനെ 5 പ്രാവശ്യം പൊളിച്ചിരിക്കുക. എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മളെ മനസ്സിൽ തോന്നി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമല്ലോ ഭഗവാനെ, തറക്കല്ലിടാതെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. എന്താ അതിന് വഴി? ഒരു വഴിയില്ല, ഇട് തന്നെ, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യും? ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും വഴി ഉണ്ടോ ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്നിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഒരു ഓഫീസിലാണ് ഇരിക്കുന്നത്, അമ്പലത്തിൻ്റെ കമ്മിറ്റി ഓഫീസിലാണ്. ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു ബഹളം. എന്താ എന്തോ ഒരു ബഹളം ഉണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ശരിയാ, 2 ഗ്രൂപ്പായിട്ട് കലഹമാണ്. കാരണം ഹിന്ദുക്കളാണല്ലോ, എന്തായാലും അതില്ലാണ്ടിരിക്കില്ല. അപ്പോൾ എന്താ സംഭവം? ഈ തറക്കല്ലിടാൻ വേണ്ടി കൊണ്ടുവന്ന കല്ല് കുറച്ച് ചെറുതായിപ്പോയി, ഇതാണ് പ്രശ്നം. അപ്പോൾ അത് ചെറുതാണെന്ന് മറ്റേ ഗ്രൂപ്പ് പറഞ്ഞു. അപ്പോൾ ഇല്ല പാകത്തിനാണെന്ന് ഇവരും പറഞ്ഞു. അങ്ങനെയാണ് ബഹളമായത്. ഇത് കിട്ടിയൊരു സന്ദർഭമായി നമ്മൾ ഉപയോഗിച്ചു. എന്തായാലും തർക്കം വന്നില്ലേ, ഒരു ശുഭമായ കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ ഒരു തർക്കം വന്നുവല്ലോ, അതൊരു സുഖമുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇന്നിപ്പോൾ വേണ്ടാന്ന് വയ്ക്കാം, ഞാൻ പോവുക, നിങ്ങൾ വേറെ ദിവസം ഇട്ടോളൂ. അവിടുന്ന് മെല്ലെ രക്ഷപ്പെട്ടു. പിന്നെ ഒറ്റ കരിങ്കല്ലിലും മണ്ഡപമാണല്ലോ ഉണ്ടാക്കുന്നത്, ഒറ്റക്കൽ മണ്ഡപം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചെറുതായി എന്ന് പറയാം. ഇത് അനേകം കല്ല് വെച്ച് കോൺക്രീറ്റ് ചെയ്ത് സിമെൻറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കണതാ. പിന്നെ ഇച്ചിരി ചെറുതായി പോയാൽ എന്താ കുഴപ്പം? അതൊന്ന് അടിത്തറ കിടക്കണതാ, വല്ല കുഴപ്പമുണ്ടോ? ഇങ്ങനത്തെ നിസ്സാര വിഷയത്തിലാണ് നമ്മൾ തമ്മിൽ കലഹം. ഒന്ന് ആലോചിച്ച് നോക്കൂ.
അപ്പോൾ എന്താ സംഭവിച്ചേ? ഓരോ പ്രാവശ്യവും ഉണ്ടാക്കി കഴിഞ്ഞാൽ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകും, അയാൾ പറയും ശരിയായിട്ടില്ല, വീണ്ടും പൊളിക്കും, വീണ്ടും ഇടും, വീണ്ടും പൊളിക്കും, വീണ്ടും ഇടും, വീണ്ടും. ഈ നമുക്ക് ആരാ പിരിവ് കൊടുക്കണ്ടേ? ഒരേ സമൂഹം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ കെട്ടിടം ഉണ്ടാക്കിയത് ശരിയായിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടത് വാസ്തുവിശാരദനാണ്. സമയനിർണ്ണയം ചെയ്യേണ്ടത് ജ്യോതിഷിയാണ്. അപ്പോൾ ചിലത് ചോദിച്ചേക്കാം, ഒരു നിർമ്മാണത്തിൻ്റെ ഗുണദോഷ വിചാരം ജ്യോതിഷം കൊണ്ട് ചിന്തിക്കാൻ കഴിയില്ല എന്നാണോ സ്വാമി പറയുന്നത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഓരോന്നിനും അതിൻ്റെ മേഖലയുണ്ട്. ആ ശാസ്ത്രത്തിനനുസരിച്ച് വേണം അത് പോകേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ യുക്തൻ എന്നുള്ള വാക്കിന് വലിയ അർത്ഥമുണ്ട്. ഏത് മേഖലയിലാണോ നമുക്ക് സന്ദേഹം വന്നത്, ആ മേഖലയിൽ യുക്തനായിരിക്കണം നമ്മൾ സംശയം ചോദിക്കുന്ന ആൾ. യുക്താഹ. 2 ആയുക്താഹ. ആയുക്താഹ എന്നുള്ളതിന് ഭഗവാൻ ഭാഷ്യകാരന് കൊടുക്കുന്ന അർത്ഥം ന പരപ്രവൃത്താഹ എന്നാണ്. പരപ്രവൃത്തന്മാരല്ലാത്തവർ. അതായത് നമ്മളൊരാളോട് സംശയം ചോദിക്കാൻ പോവുക. എന്താ സംശയം? എനിക്ക് ഇന്ന ഒരു കർമ്മ വിഷയത്തിൽ സംശയമുണ്ട്. അപ്പോൾ അയാൾ നമ്മളോട് പറയുക, നീ ഇവിടെ ഇരിക്കൂ കേട്ടോ, ഞാൻ അപ്പം വരാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ ചെയ്തിട്ട് വേറൊരാളോട് ചോദിക്കുക. അല്ലെങ്കിൽ അയാൾ ഗൂഗിളിൽ പോയിട്ട് നോക്കിയിട്ട് നമുക്ക് വന്ന് പറഞ്ഞു തരിക. അപ്പം നമുക്ക് നേരിട്ടാണ്ട് ചോദിച്ചാൽ പോരെ, വേറെ ആൾ ഇയാൾ ചോദിക്കണം. അല്ലെങ്കിൽ അയാൾ വേഗം പോയിട്ട് തൻ്റെ ഗുരുനാഥനോട് ചോദിക്കുക, ഗുരോ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്താ വേണ്ടത്? നമുക്ക് നേരിട്ട് ആ ഗുരുവിനോട് ചോദിച്ചാൽ പോരെ. അപ്പം പരപ്രവൃത്തന്മാരോട് ഒരിക്കലും സംശയ നിവാരണം ചെയ്യരുത്. പിന്നെ പരപ്രവൃത്താഹ. വ്യക്താണല്ലോ. യുക്ത ആയുക്താഹ അലൂക്ഷാധർമ്മകാമാസ്യുഹു. അലൂക്ഷന്മാരായിരിക്കണം. അലൂക്ഷൻ എന്ന് പറഞ്ഞാൽ അരൂക്ഷൻ, രൂക്ഷ സ്വഭാവികളാവരുത്. ചില ആൾക്കാരോട് നമുക്ക് സംശയം ചോദിക്കാൻ പറ്റില്ല. പ്രസംഗമൊക്കെ നല്ലോണം പ്രസംഗിക്കും, പക്ഷെ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മളെ കടിച്ച് കീറി കളയും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനെയില്ല? സംശയം പോട്ടെ, രൂക്ഷ സ്വഭാവമായിരിക്കും. നല്ല മുളകിൻ്റെ നല്ല ചീനാപ്പറങ്ങി മുളകിൻ്റെ സ്വഭാവമായിരിക്കും. എരിയും, മിണ്ടാൻ പറ്റില്ല. ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളോട് ആകെ ബഹളം വെച്ച് കടിച്ചു കീറും. പല വീടുകളിലും കുട്ടികൾക്ക് അച്ഛനോടോ അമ്മയോടോ എല്ലാം തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യം പോലും ഇല്ല. അപ്പോഴത്തേക്ക് അമ്മയും അച്ഛനും കടിച്ചു കീറി അവളെ വായ അടപ്പിക്കും. അപ്പോൾ അവരെന്താവും, വേറെ ഓരോന്ന് പോയി പെടും. അപ്പം നമ്മളൊരിക്കലും രൂക്ഷന്മാരാവരുത്. ഒരിക്കലും രൂക്ഷന്മാരാവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മറ്റേ ആൾ വളരെ മോശമായിട്ട് ചോദിച്ചാലോ, ചോദിച്ചോട്ടെ, അതിന് സന്തോഷമായിട്ട് നമുക്ക് മറുപടി പറയാൻ കഴിയണം. അപ്പോൾ ഒരാൾ സ്വാമിയെ തെറി വിളിച്ചാൽ ദേഷ്യം പിടിക്കണ്ടേ? പാടില്ല. അതിൻ്റെ ആവശ്യമില്ല. അയാൾ വിളിച്ചത് എന്നെ കൊണ്ടാന്ന് തോന്നിയാലല്ലേ ഇപ്പം എനിക്ക് വിഷമമുണ്ടാവുണ്ടോ? ഇല്ലേ? ഇപ്പോൾ ഒരാൾ എന്നെ ഞാനല്ലാത്തൊരു പേര് വിളിച്ചു എന്ന് വിചാരിച്ചോളൂ. അപ്പം ഞാൻ മനുഷ്യനാണെന്ന് എനിക്ക് ഉറപ്പാണ്. മനുഷ്യനല്ലാത്തൊരു പേരെന്നെ വിളിച്ചു എന്ന് വിചാരിച്ചോളൂ. എനിക്കെതിനെ വേവലാതിപ്പെടേണ്ട ആവശ്യം? അയാൾ എന്നെയാണോ വിളിച്ചത്? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്നെ നോക്കിയിട്ട് ഒരാൾ പട്ടിയെന്ന് വിളിക്കുകയാണ്, മുഖത്ത് നോക്കിയിട്ട്. എനിക്ക് എന്തിനാ ദേഷ്യം പിടിക്കണം? ഞാൻ പട്ടിയല്ലാതെ എനിക്ക് ഉറപ്പല്ലേ? അല്ല, നിങ്ങൾക്ക് സംശയമുണ്ടോ ഞാൻ പട്ടിയാണെന്ന്? അല്ലല്ലോ, ഞാൻ 2 കാലുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അയാൾ എൻ്റെ മുഖത്ത് നോക്കി പട്ടിയെന്ന് വെച്ചാൽ എനിക്കെന്താ കുഴപ്പം? അയാൾക്കല്ലേ കാഴ്ചക്കുറവുള്ളത്? എന്താ നിങ്ങളുടെ അഭിപ്രായം? നേരെ മറിച്ച് ഞാനത് എന്നിലേക്ക് എടുക്കും. ഞാനതാണെന്ന് ഞാനാണ് വിചാരിക്കും, എന്നിട്ട് ദേഷ്യം പിടിക്കും. ഇതിനെൻ്റെ ആവശ്യം? സന്തോഷം എടുക്കുക, എന്താ വേണ്ടത്? ഒന്ന് ചിന്തിക്കുക. അപ്പം നമ്മളെപ്പോഴും ഏത് രീതിയിൽ നമ്മളോട് ഇങ്ങോട്ട് പെരുമാറിയാലും നമുക്ക് രൂക്ഷതയില്ലാതെ വ്യവഹരിക്കാൻ കഴിയണം. രൂക്ഷന്മാരാകുമ്പോൾ നമ്മളാണ് ക്ഷയിക്കുന്നത്. അരൂക്ഷാഹ. സംശയം ചോദിക്കാൻ പറ്റുകയില്ല രൂക്ഷന്മാരോട്. രൂക്ഷ സ്വഭാവികളടുത്ത് സംശയം ചോദിക്കാൻ പറ്റുകയില്ല. ഒരിക്കൽ ഒരു വലിയ അറിയപ്പെടുന്നൊരു വേദാന്തത്തിലെ വലിയ വിദ്വാനായിട്ടുള്ള ഒരാളാണ്. പേരൊന്നും ചോദിക്കരുത്, പറഞ്ഞു തരില്ല. വളരെ വലിയ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ ഇല്ല കേട്ടോ, മരിച്ചും പോയിട്ടുണ്ട്. അദ്ദേഹം അദ്വൈത ആശ്രമത്തിൽ കൊളത്തൂരിൽ നമ്മൾ ക്ഷണിച്ച് അങ്ങനെ പ്രഭാഷണത്തിന് വന്നതാണ്. അപ്പോൾ അദ്ദേഹം പ്രസംഗം കഴിഞ്ഞപ്പോൾ പറഞ്ഞു,
നിങ്ങൾക്കെന്ത് സംശയവും ചോദ്യവും ചോദിക്കാം. എന്ത് ചോദിച്ചാലും ഇവിടെ മറുപടിയുണ്ട്. നിങ്ങൾക്കങ്ങനെ ചോദ്യം ചോദിച്ചെന്നെ ഉത്തരം മുട്ടിക്കാനൊന്നും പറ്റുകയില്ല. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു രസികനായിട്ടൊരാളുണ്ട് അവിടെ. അയാൾ സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്നു. നല്ല പ്രായമുള്ള മനുഷ്യനാണ്, ബഹുതമാശക്കാരനാണ്. അയാൾ വേഗം ചെന്നു ഒരു സംശയം ചോദിക്കാണ്ട്. എന്താ സംശയം? നിങ്ങൾ എന്നാ മരിക്കുക? ഉടനെ പ്രഭാഷകൻ, അഹങ്കാരികൾ, എന്താണ് ചോദിക്കേണ്ടത് എന്താണ് ചോദിക്കരുതാത്തതെന്ന് അറിയില്ല, എന്നെപ്പോലുള്ള ആളെ അപമാനിക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കുകയാണ്. അയാൾ എന്താ കുറച്ച് നേരത്തെ പറഞ്ഞത്? എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ എന്നാ. അപ്പോൾ എന്ത് വേണമെങ്കിൽ ചോദിച്ചതും ചോദിച്ചൂടാ? നിങ്ങളെന്നാ മരിക്കുക എന്ന് ചോദിച്ചൂടാ? തെറ്റുണ്ടോ ചോദിച്ചാൽ? എന്താ നിങ്ങളെ അഭിപ്രായം? ഒരു തെറ്റുമില്ല. മറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ പറയൂന്ന് പറഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? നമുക്കെല്ലാം അറിയോ? നമുക്കെല്ലാം ഒന്നും അറിയില്ല. നമ്മൾ നിത്യം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ തന്നെ നമുക്കറിയില്ല, പിന്നെയല്ലേ? അതുകൊണ്ട് നമുക്ക് ആർക്കും രൂക്ഷ സ്വഭാവിയാവാൻ ന്യായമില്ല. രൂക്ഷ സ്വഭാവികളോട് സംശയം ചോദിക്കാനും പോകരുത്. രൂക്ഷനാന്ന് മനസ്സിലാക്കിയാൽ മാറിക്കൊള്ളാം. സംശയം ചോദിക്കരുത്. ബാക്കി എന്തും ആവാം. ധർമ്മകാമാസ്യുഹു, സർവോപരി ധർമ്മകാമന്മാരാകണം. ഒക്കെ നല്ലത് വരട്ടെ, ഒക്കെ നന്നായി വരട്ടെ എന്ന് ചിന്ത ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരടുത്ത് ചോദിക്കാം, നമുക്ക് എന്തും ചോദിക്കാം. തേ അവർ യഥാ എപ്രകാരമാണോ തത്ര വർത്തേരൻ ആ വിഷയത്തിൽ വർത്തിക്കുക, നീയും അപ്രകാരം വർത്തിക്കൂ. അപ്പം ഇങ്ങനെയുള്ള വിദ്വാൻമാർ, എങ്ങനെയുള്ള വിദ്വാൻമാർ? യുക്തന്മാർ, ആയുക്തന്മാർ, അലൂക്ഷന്മാർ, ധർമ്മകാമന്മാർ. അങ്ങനെയുള്ള വിദ്വാൻമാർ എങ്ങനെയാണോ അത്തരമൊരു സാഹചര്യത്തിൽ പ്രവർത്തിക്കുക, അങ്ങനെ നീയും പ്രവർത്തിച്ചോളൂ. അപ്പോൾ അവരത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് ഞാനെങ്ങനെയാണ് അറിയുക? ചോദിക്കണം. ആരോടും നമുക്ക് സംശയം ചോദിക്കാമല്ലോ. ഗുരുനാഥ, എനിക്ക് ഇങ്ങനെയൊരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അറിവുള്ളവരോട് ചോദിക്കാം. എന്തും ചോദിക്കാം. അവരോട് എന്ത് സംശയം, അറിവുള്ളവരോട് നമുക്ക് എന്തും ചോദിക്കാം. അവരറിയില്ല, അവർ പറയും, കൂടാ എനിക്കറിയില്ല, നമുക്ക് വേറൊരാളോട് ചോദിക്കാം എന്നവർ പറയും. അങ്ങനെ സംശയം തീർത്തിട്ടല്ലാതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. സംശയത്തോടു കൂടി ഒന്നും ചെയ്യാൻ പാടില്ല. അത് വ്യക്തമാണല്ലോ. ജീവിതത്തിൽ ഒരു കർമ്മവും സംശയത്തോടു കൂടി ചെയ്യാൻ പാടില്ല. ഇത് പലപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും. കല്യാണത്തിന്, കാതുകുത്തിന്, മരണാനന്തര ക്രിയകൾക്ക്, ഇങ്ങനെയൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഉണ്ടാവും. പല വിഷയത്തിലും സംശയം വരും. നമുക്കില്ല, ഉണ്ട്. കാരണം നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സമൂഹത്തിൽ പലരും പല അഭിപ്രായം പറയും. അപ്പോൾ രണ്ടാളൊരു അഭിപ്രായം പറഞ്ഞാൽ കേട്ടാൽ നമുക്ക് തന്നെ സംശയം തോന്നും, അത് ശരിയാണോ അവർ പറഞ്ഞത്? അപ്പം അങ്ങനെ വന്നാൽ നമ്മളെ കൂട്ടുകാരോടോ പ്രിയപ്പെട്ടവരോടോ സംശയം ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ എത്ര പ്രിയപ്പെട്ടവരായാലും നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളെപ്പോലെയൊക്കെ തന്നെ ചിന്തിക്കാനുള്ള കഴിവേ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ അവർ നമ്മളെപ്പോലെയൊക്കെ തന്നെ ചിന്തിച്ചിട്ട് മറുപടി പറഞ്ഞു തരും, നമ്മളേറെ അപകടത്തിൽപ്പെടും. അതുപോലെ ബന്ധുക്കളോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ബന്ധുക്കൾ എപ്പോഴും ഞാൻ ചെയ്യണത് എപ്പോഴും നല്ലതല്ലേ. ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യനാരാ? ഞാനാ. നിങ്ങൾക്ക് മഹാമോശായിട്ടുള്ളോ? ഞാനാണ് ഏറ്റവും നല്ല ആൾ. ഇതാ ഓരോരുത്തരും വിചാരിക്കുന്നത്. അപ്പം തെറ്റ് ചെയ്താലും സ്വന്തം ബന്ധുക്കളാവുമ്പോൾ അതിന് അനുകൂലം നിൽക്കും. നിഷ്പക്ഷമായി പറഞ്ഞു തരാൻ ബന്ധുക്കൾക്ക് കഴിയില്ല. അതുകൊണ്ട് കർമ്മവിഷയത്തിലോ ആചരണ വിഷയത്തിലോ നിനക്ക് സംശയം വന്നാൽ കൂട്ടുകാരോടോ ബന്ധുക്കളോടോ അല്ല ചോദിക്കേണ്ടത്, അവരോട് ചോദിക്കരുത്. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഇതെല്ലാവർക്കും സമൂഹ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയണം. ആരോടാ ചോദിക്കണ്ടേ? യുക്തന്മാരും ആയുക്തന്മാരും അലൂക്ഷന്മാരും
ധർമ്മകാമന്മാരുമായ ബ്രാഹ്മണരോട് പോയി ചോദിക്കണം. അങ്ങനെയുള്ളത് ചോദിക്കുക, ഇങ്ങനെ സംഭവം എൻ്റെ ജീവിതത്തിലുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു തരും, അതുപോലെ ചെയ്യാം. ഇതാണ് ഗുരുനാഥൻ പറയണത്. ഇനി ഒരു വിഷയത്തിൽ കൂടി ഇതുപോലെ ഒരു സവിശേഷ ഉപദേശമുണ്ട്. അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മൾ തുടങ്ങാൻ